നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നമ്മൾ പാടിയ പാട്ടിൻ്റെ വരികളുടെ അർത്ഥം ഒരു കാര്യം അതാണ്. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണമേ. സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ ഒരു വാക്ക് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാണ്. അപ്പോൾ കർത്താവ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്തായിരിക്കുന്നോ അത് ഭൂമിയിലും അതുപോലെ നടക്കുമാറാകണമേ. അതാണ് ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ 3 ദിവസ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം അങ്ങ് സ്വർഗത്തിൽ ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ ഭവനത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച് എന്താണോ ദൈവം സ്വർഗത്തിൽ ഇഷ്ടമായി ആഗ്രഹിച്ചിരിക്കുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് നടത്തി തരണമേ. എൻ്റെ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി പദ്ധതികളുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി താല്പര്യങ്ങളുണ്ട്. എന്നാൽ അതൊന്നുമല്ല എൻ്റെ ദൈവത്തിൻ്റെ ഹിതം എന്നിലൊന്ന് നിറവേറണം, എൻ്റെ സഭയിലൊന്ന് നിറവേറണം, എൻ്റെ തലമുറകളിൽ നിറവേറണം, എൻ്റെ ദേശത്ത് നിറവേറണം, കേരളത്തിൽ നിറവേറണം, ഭാരതത്തിൽ നിറവേറണം. ഭൂമിയിൽ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും നിറവേറണമേ എന്ന് പറയുന്നത് പോലെ ഈ ഉപവാസ ദിനങ്ങളിൽ ദൈവമേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ, അത് നടപ്പാക്കണമേ എന്ന് ഉള്ള ഒരു പ്രാർത്ഥന ഈ വരും ദിനങ്ങളിൽ 3 ദിനവും ഉണ്ടാകട്ടെ. അങ്ങനെ കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ ദിനങ്ങളിൽ ആവലോടെ അങ്ങയുടെ ഇഷ്ടം നടക്കണം. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു, അതിനുവേണ്ടി എനിക്കുള്ളവരെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രികാലം ഈ 3 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിനമാണല്ലോ. വരും ദിനങ്ങളിലെല്ലാം ദൈവദാസന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്, അവരെല്ലാം കടന്നു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സഭയിലുള്ള എല്ലാവരും കടന്നു വരുവാൻ ഉത്സാഹിക്കണം, പകലെന്നോ രാത്രിയെന്നോ കൂടാതെ. കാരണം നമ്മുടെ ഏത് കാര്യത്തിനും രാത്രിയിൽ പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ പകൽ വന്നിട്ട് എൻ്റെ കോഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് രാത്രിയിൽ വരാതിരുന്നാൽ ഹല്ലേലൂയ, അതൊരു തെറ്റാണ്. പകലും രാത്രിയിൽ ഒരുപോലെ കടന്നു വരിക, എല്ലാവരും കടന്നു വരിക. ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവ് നമുക്ക് എല്ലാവർക്കും സുപരിതനായ നമ്മുടെ സണ്ണി ബ്രദറിൻ്റെ മകൻ, മൂത്ത മകൻ ഹല്ലേലൂയ, നമ്മുടെ സഭയുടെ ശുശ്രൂഷ പള്ളിത്തുറ സഭയിൽ ഹല്ലേലൂയ ശുശ്രൂഷകനായിരിക്കുന്ന നമ്പർ 2 ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സനു സണ്ണിയാണ്. കർത്താവിൻ്റെ ദാസന് നല്ലതുപോലെ വചനമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവം തനിക്ക് കൊടുത്ത ഒരു കൃപയുടെ ശുശ്രൂഷയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അത് അറിയാവുന്നതാണ്. ഇന്ന് രാത്രിയിൽ അത് തന്നെ അനേകർക്ക് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈനിലും അല്ലാതെയും കടന്നു എന്നും പല കോഴ്സുകൾ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ സനു സണ്ണി. ഇന്ന് രാത്രി തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ വിലപ്പെട്ട അഭിഷിക്തൻ, പാളയസഭയുടെ പ്രധാന ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന പക്ഷേ ടി.എം. കോശി അവർ തൻ്റെ കുടുംബം, പ്രിയ മാമ എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. ഇവിടെ സന്നിധരായിരിക്കുന്ന മറ്റ് പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, യുവാക്കൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, അങ്ങനെ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം. മാത്രമല്ല, പാളയം സഭയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇവിടെ നടക്കുന്ന സന്ദേശങ്ങൾ നിരന്തരമായി ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ക്യാമറയിലൂടെ ഇവിടെ നടക്കുന്ന സന്ദേശങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുമ്പോൾ ഇവിടെ കുറച്ച് ആളുകളുണ്ട്, നല്ല കാര്യം. എന്നാൽ
എന്നെപ്പോലെയുള്ള പ്രസംഗർക്ക് 1000 പേരുടെ ഒരു പിൻബലം ഓഡിയൻസ് ഉണ്ട് എന്നുള്ള നിലയിലായിരിക്കും തുടർന്നുള്ള തിരുവചന ശുശ്രൂഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള സമയം തികച്ചും ഗൗരവത്തോടും ദൈവാശ്രയത്തോടും കൂടെ അവൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നിറവ്, തികവ്, തെളിവ്, പൂർണ്ണത, കരുതൽ ഇത്യാദി വിഷയങ്ങളുടെ വലിയൊരു കലവറ സ്വർഗം തുറക്കുമാറാകട്ടെ. തുടർന്നുള്ള തിരുവചന ശുശ്രൂഷയുടെ ആധികാരികതയെ കെട്ടുറപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് വലിയ ശുശ്രൂഷകൾ ഇന്ന് രാത്രികാലം ചെയ്തെടുക്കുമാറാകട്ടെ. 3 വാക്യങ്ങൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് 2 വാക്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് വായിച്ച് എന്നെ സഹായിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങളും പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 37-ാമത് വാക്യവും ഉച്ചഭാഷണിയിലൂടെ ഈണത്തിലും താളത്തിലും എന്നെ വായിച്ച് സഹായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത്. ഈ രാജ്യം വിട്ടുപോയി കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി അവർ പീതോ, റെംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഫർവോന് പണിതു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 37-ാമത് വാക്യം. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റംസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ആമേൻ ഫറവോൻ ഒരു നിയമമിട്ടു. എന്താ ആ നിയമം? ദൈവത്തിൻ്റെ ജനം തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ, ജനത്തിന് ഒരു വർധനവുണ്ടാകാതിരിക്കാൻ കഠിന വേലകൾ ഫറവോൻ ചെയ്യിച്ചു. ഹഠാല ആകർഷിക്കത്തക്ക നിലയിൽ മെനമെന മിന്നുന്ന 2 പട്ടണങ്ങൾ ദൈവമക്കളെ കൊണ്ട് ഉണ്ടാക്കി തീർന്നില്ല. കരുത്തുറ്റ കോട്ടകൾ, കൊത്തളങ്ങൾ, കെനാലുകൾ, വലിയ രാജകീയ പാതകൾ വേദനയുടെ ദൈവമക്കളെ കൊണ്ട് കഠിന വേലകൾ ചെയ്യിപ്പിച്ച് ഫറവോൻ പണിയിപ്പിച്ചെടുത്തു. 400 വർഷം തികഞ്ഞ അടിമത്തം, 400 വർഷം വേദനയുടെ കാലഘട്ടം, 400 വർഷം പീഡനത്തിൻ്റെ ഒരു കാലഘട്ടം. ദൈവമക്കളെ കേൾക്കണോ? ഈ 400 വർഷം പീഡനത്തിൻ്റെ കാലഘട്ടമായപ്പോഴും കരയുന്ന ചിലർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. വേദനയോടെ പ്രാർത്ഥിക്കുന്ന ചിലർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. തങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പുറകാല ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവർ കാണുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഇന്ന് ഇസ്രായേൽ സമൂഹം കിടക്കുന്നത്, ആ രാഷ്ട്രം കിടക്കുന്നത് 16ഓളം അറബി രാഷ്ട്രങ്ങളുടെ ചുറ്റിലുമാണ്. അതിൻ്റെ നടുക്ക ഇസ്രായേൽ കിടക്കുന്നത്. ഇന്നും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ഒരു അജേയമായ ശക്തിയായി തലയുറപ്പിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, പൂർവന്മാരുടെ പ്രാർത്ഥന, പൂർവികന്മാരുടെ കണ്ണുനീർ അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ദൈവസന്നിധിയിൽ കരയുവാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഒരു വലിയ ദൈവപ്രവൃത്തി പുറകാലെ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ വേണ്ടി അറബി പട്ടാളം ഈ കണ്ടൽ കാടുകളിലൂടെ പതുക്കെ മെല്ലെ കയറി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ കണ്ടൽ കാടുകളിലൂടെ അവർക്ക് നടന്നു കയറാൻ സാധിക്കാതെ അറബി പട്ടാളം തിരികെ വന്നു, അവരുടെ ദൗത്യം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട്. അന്നേരം പിറ്റേ ദിവസം റിപ്പോർട്ടേഴ്സും TV ചാനലിലെ ആളുകളൊക്കെ വന്നിട്ട് ചോദിച്ചു, ഈ സോൾജേഴ്സിൻ്റെ മേലധികാരികളോട് എന്തേ ഇസ്രായേലിനെ മുടിക്കുവാൻ നിങ്ങൾ അങ്ങോട്ട് കയറാത്തത്? ആ സോൾജേഴ്സിൻ്റെ മേലധികാരികൾ പറഞ്ഞ ഉത്തരം ചിന്തനീയമാണ് കേട്ടോ. അവർ പറഞ്ഞത് ഇങ്ങനെയാ, സ്തോത്രം, കണ്ടൽ കാടുകളിലൂടെ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തെ, ആ രാഷ്ട്രത്തെ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റുവാൻ ഞങ്ങൾ കയറി. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല കേട്ടോ. ഒരു മനുഷ്യനെ പോലെ എന്തോ വലിയ ഒന്ന് അവിടെ നിൽക്കുന്നത് കണ്ടു. ആമേൻ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുമില്ല, ഉറങ്ങുകയുമില്ല. രാത്രിയിലെ ഭയത്തിൽ നിന്നും, ഇരുട്ടിന്റെ ശക്തികളിൽ നിന്നും, പകൽ പറക്കുന്ന അസ്ത്രങ്ങളിൽ നിന്നും അവനോട് പറ്റിയിരിക്കാൻ തയ്യാറായി രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവനോട് പറ്റിയിരിക്കാൻ തയ്യാറാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ ആലോചന. ആമേൻ.
ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ ആ പദ്ധതിയെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഫറവോന്യ ശക്തികൾ പിശാച് ഫറവോനിൽ കൂടെ ഒരു പദ്ധതി ഇട്ടു. എന്താ പദ്ധതി? ജനം പെരുകരുത്. എന്താ? ജനം പെരുകരുത്. അതാ പദ്ധതി. എന്നാൽ ഒരു ദൈവപ്രവൃത്തിയുടെ താമസം ഇതാ നടക്കുന്നുണ്ട്. എന്താ പദ്ധതി എന്ന് കേൾക്കണോ? ആ പദ്ധതി ഇങ്ങനെയാ. അതാ അമ്മമ്മ 2ാമത് വായിച്ച വാക്യം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 37-ാമത് വാക്യത്തിൽ ഒരു വർധനവ് കാണുന്നുണ്ട്. എന്താ വർധനവ്? 6 ലക്ഷം. വായിച്ചോ. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റംസേസിൽ നിന്ന് കുട്ടികൾ ഒഴികെ ഇസ്രായേൽ മക്കളുടെ പുരുഷന്മാരുടെ എണ്ണം എത്രയാ? 6 ലക്ഷമാ. 1-ാം അധ്യായത്തിൽ ഫറവോൻ ജനത്തെ മുടിക്കുവാൻ, ദൈവജനത്തെ നശിപ്പിക്കുവാൻ, എണ്ണത്തെ കുറയ്ക്കാൻ പദ്ധതി ഇട്ടപ്പോൾ 12-ാമത്തെ അധ്യായത്തിൽ ദൈവജനത്തിന്റെ പുരുഷന്മാരുടെ എണ്ണം 6 ലക്ഷം. ഞാൻ നിങ്ങളും സേവിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലായോ? അവൻ എണ്ണത്തിൽ പെരുപ്പിക്കുന്ന ദൈവമാ. എണ്ണത്തെ കുറയ്ക്കുവാൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ, രോഗമിട്ട് ക്ഷീണമിട്ട് പോരാടുമ്പോൾ, ശത്രുവിന്റെ നിയമത്തെ തച്ച് തകർത്തുകൊണ്ട്, ശത്രുവിന്റെ നിയമത്തെ നിലംപരിച്ചാക്കൊണ്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുടെ ആ 12-ാമത് ഇവിടെ നിർവ്വഹിക്കാൻ പോവുകയാ. സ്തോത്രം. 400 വർഷം അടിമത്തം. ശരിയാ. ഈ യാക്കോബിന്റെ കുടുംബം മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് എത്തിയപ്പോൾ 70 പേരാന്ന് വെച്ചാ. എത്രയാ? 70 പേരാ. നമ്മമേ 400 വർഷത്തെ കഠിന പീഡയാ, അടിമത്വ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം എത്തിയപ്പോ പുരുഷന്മാരുടെ സംഖ്യ മാത്രം 6 ലക്ഷമാ. 6 ലക്ഷം പുരുഷന്മാരാകുമ്പോ സ്ത്രീകളുടെ എണ്ണം എത്രയാ? പറ. 6 ലക്ഷമാ. 12 ലക്ഷമായേ. കുഞ്ഞുങ്ങളുടെ സംഖ്യ എത്രയാ? അന്നത്തെ കാലമാ. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 30 ലക്ഷം കുറഞ്ഞവര് മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ദേശം കരകരമാറ്റാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുക. സ്തോത്രം. ഇതിലെന്തോ മനസ്സിലായി. 400 വർഷം അടിമത്വ. ലോകം പറയും, ഇസ്രായേലെ നിന്റെ കാര്യം തീർന്നു, നിന്റെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് ലോകം പറയുമ്പോ ഈ 400 വർഷം ഞാൻ പറയട്ടെ, ഈ അടിമത്തത്തിലും സ്വർഗത്തിലെ ദൈവം ഇരുമ്പുലയുടെ നാട്ടിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ രൂപീകരിച്ചെടുത്തെങ്കിൽ, ദൈവമേ നിന്നിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ രൂപീകരിച്ചെടുക്കും. പ്രതിസന്ധിയുടെ, വേദനയുടെ, ദുഃഖത്തിലൂടെ, രോഗത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ ആ രോഗത്തിന്റെ നടുവിലും ഒരു രാഷ്ട്രത്തെ നിന്നിലൂടെ രൂപീകരിച്ചെടുക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. സ്തോത്രം. ആമേൻ. എണ്ണത്തെ കൂട്ടുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ശത്രു നീമുട്ട് വെല്ലുവിളിക്കുമ്പോൾ, എണ്ണത്തെ കുറയ്ക്കാൻ നോക്കുമ്പോൾ, രോഗമിട്ട് വല്ലാത്ത നിലയിലുള്ള ബലത്തെ ചോർത്തിക്കളയാൻ നോക്കുമ്പോൾ, വല്ലാത്ത നിലയിൽ ആരോഗ്യത്തെ ചോർത്തിക്കളയാൻ നോക്കുമ്പോൾ, ആമേൻ, എണ്ണത്തെ കൂട്ടി, പെരുപ്പത്തെ കൂട്ടി, ജനസംഖ്യയെ കൂട്ടി, നിന്നിലുള്ള വാഗ്ദത്തങ്ങളെ പുറത്തെടുക്കാതെ വണ്ണം വല്ലാത്ത നിലയിൽ അടച്ചുറപ്പിക്കുന്ന പോരാട്ടങ്ങളെ ശാസിച്ചുകൊണ്ട്, ഇരുട്ടിന്റെ ശക്തികളെ ശാസിച്ചുകൊണ്ട് വാഗ്ദത്തങ്ങളെ ചെയ്തെടുക്കുന്ന, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മളൊരു ഭാഗം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായം 23 മുതൽ 25 വരെ വായിച്ചോട്ടെ. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റു മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. ആമേൻ. സ്തോത്രം. മറിയമേ, ഈ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ ചക്രവർത്തി ഒരു കടും കട്ടി നിയമം പാസാക്കി. ആ നിയമം എന്താ? ബാബേൽ സംസ്ഥാനത്ത് ദൂര സമഭൂമിയിൽ പൊന്നുകൊണ്ടുള്ള ഒരു പടുകൂറ്റം ബിംബമുണ്ടാക്കി. ആ ബിംബത്തെ വണങ്ങാൻ നിയമം പാസാക്കി. അവിടെ 3 ബാലന്മാരുണ്ടായിരുന്നു. ആരാ? ശദ്രക്, മേശക്, അബേദ്നെഗോ. പലരും പറയുന്നത് ശദ്രക് എന്നല്ല, ചന്ദ്രക് എന്നാണ്. എന്താണ്?
ചന്ദ്രക്ക് എന്നാണ് പലരും പറയുന്നത്. ചന്ദ്രക്കല്ല, ശദ്രക്കാണ്. അതേപോലെ ഈ ഫറവോനല്ല, ശരിപ്രയോഗം ഫറവോ എന്നാണ്. ശരിപ്രയോഗം എന്താ? ഫറവോ എന്നാണ്. ഇനി ആരെങ്കിലും ഫറവോൻ എന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ പോണ്ട, സമ്മതിച്ച് കൊടുത്തേക്ക്, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. സ്തോത്രം. ഈ യഹൂദ ബാലന്മാരോട് എന്തോ പറഞ്ഞു രാജാവ്? അന്നത്തെ ചക്രവർത്തി സാമ്രാട്ട പടർന്നു വികസിച്ച ബാബിലോൺ സാമ്രാജ്യത്തെ അടക്കി വാഴുന്ന രാജാവ് കരുത്തനാ പറയുന്നത്. നിയമം പാസാക്കി, നമസ്കരിച്ചില്ലേല് കഥ കഴിഞ്ഞു, ദാരുണാന്ത്യം. എരിയുന്ന തീച്ചുളിലിട്ട് കാര്യം ക്ലോസ് ആക്കും. 3 യഹൂദ ബാലന്മാർ എന്തോ പറഞ്ഞു, ഒരു നിലപാട് പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. നെബൂഖദ്നേസറേ, നീ നാട്ടിയ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. അവരുടെ ആ ഹൃദയത്തിൽ ഒരു കത്തലുണ്ടായിരുന്നു കേട്ടോ. എന്താ കത്തൽ? ആ കത്തൽ എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ഞങ്ങൾക്ക് ഇന്നൊരു ദേവാലയമില്ല. സത്യമാ, ഞങ്ങളുടെ ദേവാലയം നെബൂഖദ്നേസറേ നീ ചണ്ടിക്കൂമ്പരമാക്കി. ഞങ്ങളുടെ ആ വിശുദ്ധ നഗരമുണ്ടല്ലോ നീ നിലംപരിചാക്കി. ശരിയാ, ഞങ്ങൾക്ക് ഇന്നൊരു രാഷ്ട്രമില്ല. വല്ലാത്ത നിലയിലുള്ള അവസ്ഥാവിശേഷത്തിലൂടെയാ ഞങ്ങൾ കടന്നു പോകുന്നത്. ശരിയാ, പക്ഷേ സ്വർഗത്തിലെ ദൈവം ഒരു നാൾ ഞങ്ങളെ സന്ദർശിക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രം പുനഃസ്ഥാപിച്ചു തരും. ഇന്ന് നീ നാട്ടിയ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. കാരണം നാളെ ഞങ്ങൾ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പോകേണ്ടവരാ. സ്തോത്രം. നമ്മൾ സൺഡേ, ഞായറാഴ്ച ഒരു ദിവസം സഭയിൽ വരും. ബാക്കി 6 ദിവസം എവിടെയാ? പുറത്ത് നാം ആയിരിക്കുമ്പോൾ ഈ ഫാസ്റ്റിങ്ങിൻ്റെ ആരംഭഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ദൂത് ഞാൻ പറയാം കേട്ടോ. 6 ദിവസം പുറത്തായിരിക്കുമ്പോൾ ഒരു ചിന്ത എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. സഭായുഗത്തിന് ഞായറാഴ്ച ദിവസം ഞാനും നിങ്ങളും സഭയിൽ സത്യദൈവത്തെ വണങ്ങാൻ വരേണ്ടവരാ എന്നുള്ളൊരു ബോധമുണ്ടാകണം. സ്തോത്രം. പുറത്തായിരിക്കുമ്പോൾ എന്തുണ്ടാകണം? സത്യദൈവത്തെ വണങ്ങാൻ പോകേണ്ടവരാ. ഞായറാഴ്ച ദിവസം എന്നുള്ളൊരു ബോധം ഓരോ ദിവസവും അകമേ കപ്പിക്കൊണ്ടിരിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ഒരു പ്രസ്താവന നമ്മൾ സാധാരണ പറയാറുണ്ട് കേട്ടോ. ഈ ലോകത്തോട് അനുരൂപമാകരുത്. തമിഴിൽ കിടക്കുന്നത് ഇങ്ങനെ കേട്ടോ: ഇന്ദ്ര ഉലകത്തിക്ക് അനുകൂലമായ വസ്ത്രം ധരിയാമൽ. ഈ ലോകത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കരുത്, ലോകത്തോട് അനുരൂപപ്പെടരുതെന്ന് പറയുമ്പോൾ ആരോട് അനുരൂപപ്പെടണം? യേശു കർത്താവിനോട് അനുരൂപപ്പെടണം. യേശു കർത്താവിൻ്റെ സ്വഭാവത്തിലായെങ്കിൽ മാത്രമേ കാഹളം ധ്വനിക്കുമ്പോൾ അങ്ങോട്ട് കരയേറി പോകത്തുള്ളൂ. ഇല്ല എങ്കിൽ കൈവിടപ്പെടും. സ്തോത്രം. കർത്താവിൻ്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള എലിജിബിലിറ്റി എന്താണെന്ന് കേൾക്കണോ? കർത്താവിൻ്റെ സ്വഭാവത്തിലാണോ അല്ലയോ എന്നുള്ളതാണ്. 24/7 ഓരോ ദിവസവും കർത്താവിൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ മാത്രമേ നിത്യതയിൽ ചെന്ന് പറ്റത്തുള്ളൂ. ആമേൻ. ദൈവം അതാ നോക്കുന്ന. കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവത്തിലാണോ അല്ലയോ എന്നുള്ളതാണ്. ഒരു തികവ് നമുക്കുണ്ടാകണം. ഈ നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, അവരെത്ര വളർന്നാലും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്കും നമ്മുടെ മക്കൾക്കും സഭയിലുള്ള ഓരോ അംഗങ്ങൾക്കും ക്രിസ്തുവിൽ വളരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഒരു ആത്മീക പക്വത പ്രാപിക്കുന്നുണ്ടോ ഇല്ലയോ, ജീവൻ പ്രാപിച്ചവർ ചൈതന്യത്തിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയം ശോധന ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ആത്മീക ജീവൻ ഉണ്ടായില്ല എങ്കിൽ, ഒരു ആത്മീക പക്വത വളർച്ച ഉണ്ടായില്ല എങ്കിൽ, ക്രിസ്തു എന്ന തലയോളം വളർന്നില്ല എങ്കിൽ കർത്താവിൻ്റെ വടവിൽ നാം എടുക്കപ്പെടത്തില്ല, കൈവിടപ്പെടും. അതുകൊണ്ട് ഓരോ ദിവസവും കർത്താവിൻ്റെ സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഗൈഡൻസ് അനുസരിച്ച് ശക്തിയിൽ നാം വളരണം. സ്തോത്രം. ആമേൻ. എത്ര പേർക്ക് ആത്മീകത്തിൽ വളരുവാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലാകുവാൻ താല്പര്യമുണ്ട്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ 3 യഹൂദ ബാലന്മാർ ഒരു പ്രതിഷ്ഠ എടുത്തു. ചക്രവർത്തി നാട്ടിയ ബിംബത്തെ ഞങ്ങൾ വണങ്ങത്തില്ല. അങ്ങനെ വന്നപ്പോൾ എന്തോ സംഭവിച്ചു പറ. തീച്ചൂളയിലെ കാഠിന്യം 7 മടങ്ങ് കൂട്ടി. 7 മടങ്ങ് കൂട്ടിയ ശേഷം നെബൂഖദ്നേസർ പറഞ്ഞു, ഈ 3 യഹൂദ ബാലന്മാരെയും ആ തീച്ചൂളയിലേക്കൊന്ന് വലിച്ചെറിയേ. തീച്ചൂളയിലേക്ക് എറിഞ്ഞോ? പറ. എറിഞ്ഞു. ഭക്തൻ്റെ ജീവിതത്തിലും തീച്ചൂളയ്ക്ക് സമാനമായ അനുഭവങ്ങൾ വരും. ആരുടെയും ജീവിതത്തിലില്ലാത്ത പ്രയാസങ്ങൾ വരും. ശരിയാ. പക്ഷേ ആ തീച്ചൂളയിൽ 4ാമനായി ദൈവം ഇറങ്ങിയെങ്കിൽ നിന്റെ വിഷയത്തിനും തീച്ചൂളയ്ക്ക് സമാനമായ വിഷയത്തിനും സ്വർഗം ഇറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈ
എണ്ണം കുറയാനാ രാജാവ് നോക്കിയതല്ലേ? ഇവിടെ നിയമം എന്തായിരുന്നു? സത്യത്തിൽ എണ്ണം കുറയാനാണ് നോക്കിയത്. ഈ 3 യഹൂദ ബാലന്മാരും ചെറിയ പുള്ളികളല്ല. ഇതിൻ്റെ ഗോത്രങ്ങൾ ഏതാ പറ? ഈ 3 യഹൂദ ബാലന്മാരുടെ ഗോത്രം ഏതാ? യഹൂദ ഗോത്രമാ. യഹൂദ ഗോത്രത്തിൽ ആരാ പിറക്കേണ്ടത്? യേശുവാ. വാക്തത്വമുള്ളവനെതിരെയാ പോരാട്ടമുള്ളത്. ആർക്കുമില്ലാത്ത പോരാട്ടത്തിൽ കൂടെയാണോ നീ കടന്നു പോകുന്നത്? ആർക്കുമില്ലാത്ത രോഗത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത്? ആർക്കുമില്ലാത്ത നിലയുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ദൈവപ്രവൃത്തി ദൈവം നിന്നിലൂടെ ചെയ്യുന്നത് 100% ഉറപ്പാ. ഒരു ദൂതായിട്ട് ഏറ്റെടുക്ക്. ആമേൻ പറഞ്ഞ് കരമടിച്ച് ദൂതേറ്റെടുക്ക്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എണ്ണം കുറയ്ക്കാൻ നോക്കി. എണ്ണം കുറഞ്ഞു വച്ച പറ പറ. 3 എന്നുള്ള എണ്ണം കുറയ്ക്കാൻ നോക്കി. എണ്ണം കുറഞ്ഞോ? എണ്ണം കൂടിയോ? എണ്ണം കൂടിയോ? എണ്ണം കൂടി. 3 എന്നുള്ളത് 4 ആക്കി മാറ്റിയെങ്കിൽ എണ്ണം കുറയ്ക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ എണ്ണത്തെ കൂട്ടി നിന്നെ മാനിക്കുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുള്ള കാര്യം മറക്കരുത് കേട്ടോ. സ്തോത്രം. ചൂടേറിയ അനുഭവത്തിലൂടെ, നാറ്റം വമിക്കുന്ന അനുഭവത്തിലൂടെ, വല്ലാത്ത പ്രതിസന്ധിയിലൂടെ, മരുഭൂമിക്ക് സമാനമായ ചുട്ടുപഴുത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിഷയം ഓർമ്മിപ്പിച്ചത് കൊണ്ട് പറയാൻ കേട്ടോ. മുൾമുനയിലൂടെ റീബൽ ഘടകസിയ ഹസ്തൽ ജുമനെ റീബൽ ഘടകസിയ മുൾമുനയിലൂടെ, മുൾമുനയ്ക്ക് സമാനമായ വിഷയത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ദൈവം സൃഷ്ടിച്ച നാളിൽ പ്രപഞ്ചത്തെയും ജ്യോതിർഗോളങ്ങളെയും ആകാശത്തെയും നക്ഷത്രാദികളെയും സൃഷ്ടിച്ചു. ഈ നക്ഷത്രങ്ങളോട് ചോദിച്ചാൽ ഒരു കഥ നമ്മളോട് പറയാനുണ്ട്. അല്ലയോ നക്ഷത്രങ്ങളെ, ധാരാളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷമായി ഒരൊറ്റ നിൽപ്പ് നിങ്ങൾ നിൽക്കുക. എൻ്റെയും നിങ്ങളുടെ കൂരയുടെ മുകളിലൂടെ നക്ഷത്രാദികളെ നിങ്ങൾ വന്ന് വീഴാത്തത്? ആ നക്ഷത്രാദികളോട് ചോദിച്ചാൽ നക്ഷത്രാദികൾ ഒരു ഉത്തരം പറയും. എന്നാ ഉത്തരം എന്ന് കേൾക്കണോ? സൃഷ്ടിച്ച നാളിൽ ഞങ്ങൾക്ക് അധിപനായവൻ, ആകാശഭൂമികൾക്ക് അധിപനായവൻ, അവൻ്റെ ബലമുള്ള ഭുജം കൊണ്ട് ആമേൻ നക്ഷത്രങ്ങളായ എന്നെ, നക്ഷത്രങ്ങളായ ഞങ്ങളെ വാരി വിതറിയ സ്തോത്രം. അന്ന് വാരി വിതറിയതാ ആകാശത്തിൽ. ഞങ്ങൾ ഇതുവരെ ചലിക്കാതെ നിൽക്കുക. സ്തോത്രം. എന്തോ പിടി കിട്ടി? അന്ന് വാരി വിതറിയതാ. ഇന്നും ചലിക്കാതെ നിൽക്കുക. ഞങ്ങൾക്കൊരു ഭ്രമണപഥം നാഥൻ കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഭ്രമണപഥത്തിലൂടെ അല്ലാതെ ഞങ്ങൾ സഞ്ചരിക്കത്തില്ല. ആമേൻ. നിന്റെ പടക് ആടി ഉലയുകയാണോ? വെള്ളത്തിൽ വീഴാൻ പാകത്തിനുള്ള അവസ്ഥാവിശേഷങ്ങൾ, മുങ്ങിപ്പോകാൻ സംഭവിക്കുന്ന അപകടകരമായ മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ ജീവിതത്തിലുണ്ടോ? ആ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് നിന്റെ വിഷയത്തിന് വിടുതൽ നൽകി നിന്നെ അനുഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പിന്നെയും തലയൂർത്തി നിർത്തി ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രികാലം ഈ ഫാസ്റ്റിങ്ങിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. ഈ ഭൂമിയെ ദൈവം എങ്ങനെ നിർത്തിയിരിക്കുക? ശൂന്യത്തിൽ തൂക്കിയിട്ടിരിക്കുക. ഭൂമി അല്പം 1/2 ഇഞ്ച് ചരിഞ്ഞാൽ ബും കത്തിപ്പോവും. ഭൂമി അല്പം 1/2 ഇഞ്ച് ഇപ്പുറം ചരിഞ്ഞാൽ ഐസായി മാറും. ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? ഭൂമിയോട് ചോദിച്ച ഭൂമി പറയും, എന്നെ ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ. അവൻ്റെ ആജ്ഞാശക്തിയാൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. ജീവിതത്തിൽ ക്രമീകരണമില്ലാതെ വല്ലാത്ത നിലയിലുള്ള ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ വിഷയത്തെ ക്രമീകരിക്കുവാൻ, പ്രത്യേകിച്ച് ഷുഗർ ക്രമീകൃതമായി കൂടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എത്ര മരുന്ന് കഴിച്ചിട്ടും BP കുറയാതെ വണ്ണം വല്ലാത്ത നിലയിലുള്ള റേഡിയേഷൻ ആയിരിക്കാം, ഒരുപക്ഷെ ലോകം വിധിയെഴുതിയത് കീമോ ആയിരിക്കാം, വല്ലാത്ത നിലയിൽ ചിലതൊക്കെ കുറയാതെ വണ്ണം ശരീരത്തെ കാർന്ന് തിന്നുന്നുണ്ടെങ്കിൽ ക്രമീകരണം വരുത്തുകയും ആകാശഭൂമികളെ ഉണ്ടാക്കുക മാത്രമല്ല, വലിയ വെളിച്ചത്തെയും ചെറിയ വെളിച്ചത്തെയും ഉണ്ടാക്കുക മാത്രമല്ല, അവരെ ശക്തമായി ക്രമീകരിച്ച് നിർത്തേണ്ട ദൈവം നിന്റെ വിഷയങ്ങളെ, നിന്റെ ശരീരത്തിലെ, നിന്റെ രക്തത്തെ ക്രമീകരിച്ച് നിർത്തി നിനക്ക് വേണ്ടുന്ന വിടുതലുകൾ അന്ത്യം വരെയും തന്നെ വഴിനടത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. സ്തോത്രം. ആമേൻ. സങ്കീർത്തനം
16-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. അളവുന്നിൽ എനിക്ക് നല്ലൊരു ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചിരിക്കുക. നമ്മളിനി രസമായിട്ട് വചനം അങ്ങോട്ട് ചിന്തിക്കാൻ പോവുക. വചനത്തിൻ്റെ ഡെപ്ത് നോളജിലേക്ക്, ആ പരിജ്ഞാനത്തിൻ്റെ വചനത്തിലേക്ക് ദൈവം ഉറക്കാൻ പോവുക. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ തുടർന്നുമായിരിക്കുക. ഈ അളവ് നൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ അച്ഛാ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, പാളയം ചർച്ചയിൽ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും കൂടെ പറക്കിക്കൊണ്ട് ഞാൻ കനാനിലേക്ക് കൊണ്ടുപോവുക. എവിടെയാ? ആ പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് പോയിട്ട് വന്നെങ്കിൽ മാത്രമേ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലവും അതിൽ ദൈവം ലേപനം ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ദൂതും മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഈ സ്വർഗസ്ഥനായ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമിനോട് എന്നാ പറഞ്ഞു? പാലും തേനും ഒഴുകുന്ന ദേശം കുഞ്ഞെ നിനക്ക് നിൻ്റെ സന്തതിക്കും തരും. ശേഷം ആരെ വിളിച്ചു? ഇസ്ഹാക്കിനെ വിളിച്ചു. ഇസ്ഹാക്കിനോടും പറഞ്ഞു, കുഞ്ഞെ പാലും തേനും ഒഴുകുന്ന ദേശം നിനക്കും നിൻ്റെ സന്തതിക്കും തരും. പിന്നെ ആരെ വിളിച്ചു? യാക്കൂബിനെ വിളിച്ചു. യാക്കൂബിനോടും പറഞ്ഞു, കുഞ്ഞെ പാലും തേനും ഒഴുകുന്ന ദേശം നിനക്കും തരും, നിൻ്റെ സന്തതിക്കും തരും. പിന്നെ യാക്കോബിൽ കൂടെയാണ് യാക്കോബിൻ്റെ 12 മക്കൾ 12 സമൂഹങ്ങളായി മാറി, 12 ഗോത്രങ്ങളായി മാറി ഒരു രാഷ്ട്രമായിട്ട്, ഇസ്രായേലിൻ്റെ രാഷ്ട്രമായിട്ട് തീരുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഈ 40 വർഷം മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് ഇസ്രായേൽ മക്കളതെ യോശുവയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ എവിടെ നിൽക്കുക? കനാൻ നാട്ടിൽ നിൽക്കുക. എവിടെയാ? കനാൻ ദേശത്ത് നിൽക്കുക. ഈ കനാൻ ദേശത്ത് നമ്മൾ കൊച്ചുകാലം മുതലേ കേൾക്കുന്ന കാര്യമുണ്ട്. ഇരിക്കുന്ന പ്രായമായ മാതാക്കളും കേട്ട് കാണും. എന്നാ? പാലും തേനും ഒഴുകുന്ന ദേശം. ബൈബിളിലും അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറയാൻ കാരണം? ഈ കനാൻ ദേശം അക്ഷരാർത്ഥത്തിൽ പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നു. ലിറ്ററലി അങ്ങനെയായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലേക്ക് ഇറക്കി പഠിച്ച ശേഷമാണ് ഈ കാര്യം പറയുന്നത്. സ്തോത്രം. അത് ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ കൊണ്ടുവന്ന് അപ്ലൈയും ചെയ്യും. ഭയങ്കര സന്തോഷമാണ്. ഈ ആയിരക്കണക്കിന് പശുക്കൾ തങ്ങളുടെ അകിടിൽ ലിറ്റർ കണക്കിന് പാല് ചുമന്നുകൊണ്ട് അസ്വസ്ഥരായിട്ട് നടക്കുമായിരുന്നു. ഇത്ര അധികം പാലിൻ്റെ ആവശ്യം അന്നില്ല. കാരണം ഇത്ര അധികം ജനപ്പെരുപ്പം, പോപ്പുലേഷൻ അന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പശുക്കൾ അകിടിൽ നിന്ന് പാല് സ്വയം ചുഴത്തുമായിരുന്നു. ഈ പച്ചപ്പരവതിന് വിരിച്ച പട്ടുമത്തയാർന്ന പുൽത്തകിടുകളിൽ, പുൽമേടുകളിൽ ഈ പശുക്കൾ പോയി കിടക്കും. ഈ പശുക്കൾ പോയി കിടക്കുമ്പോൾ ഇതിൻ്റെ അകിടിൽ നിന്ന് പാല് ഒരു അരുവി പോലെ പതഞ്ഞൊഴുകുമായിരുന്നു. വേനൽക്കാലമാകുമ്പോൾ ഈ മണ്ണുകൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാകും. ഈ വിള്ളലുകൾക്കിടയിൽ തേനീച്ച കൂടുണ്ടാക്കി മുട്ടയിട്ട് വയ്ക്കും. ഈ കൂടിൻ്റെ അകത്തോടെ തേന് മുകളിലൂടെ ഇങ്ങനെ കിണിഞ്ഞൊഴുകുമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ഒരു ദേശമായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് അക്ഷരാർത്ഥത്തിൽ ഈ ലോകത്തിൽ പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തെ ക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ തൻ്റെ കാന്തയായ സഭയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ മനോഹര ആ ഭവനം അവർണ്ണനീയമാണ്. എത്ര മനോഹരമാണ്, എത്ര ശോഭയേറ്റതാണ്. സ്തോത്രം. വല്ല വിധനെയും അവിടെ ചെന്ന് പറ്റണം കേട്ടോ. ആമേൻ. ഞാൻ പറയട്ടെ, അബ്രഹാം, എബ്രായർക്ക് എഴുതിയ ലേഖനം 11:9-10 എടുക്കണ്ട പറയാം. അബ്രഹാം കനാനിലെത്തിയോ? പറ. പാലും തേനും ഒഴുകുന്ന ഈ കനാനിലെത്തിയോ? എത്തി. പക്ഷേ എങ്ങനെയാ പാർത്തത്? ഒരു റെവലേഷനാണ് കൈമാറാൻ പോകുന്നത് കേട്ടോ. നിത്യതയുടെ ഒരു റെവലേഷനാണ് തുടർന്ന് കൈമാറാൻ പോകുന്നത് കേട്ടോ. സ്തോത്രം. കനാൻ നാട്ടിലെത്തിയെങ്കിലും എങ്ങനെയാ പാർത്തത്? പാല് ഒഴുകുന്നുണ്ട്, തേനും ഒഴുകുന്നുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ പ്രദേശമാണ്. എങ്ങനെയാ പാർത്തത്? കനാൻ നാട്ടിൽ അന്യനും പരദേശിയുമായി കൂടാരങ്ങളിൽ പാർത്തു. അബ്രഹാമേ, നിനക്ക് എന്താ പറ്റിയേ? പറ. കർത്താവ് ഭക്തനൊതുക്കിയിരിക്കുന്ന പുത്തനാം യെരൂശലേം, ആ നിത്യമായ ഭവനം, ആ നിത്യത, അതിൻ്റെ മേൽ
അവൻ കൂടാരവാസിയെ പോലെ പാർത്തതെങ്കിൽ ഞാൻ പറയട്ടെ, നിത്യതയുടെ ദർശനം ഈ ഫാസ്റ്റിങ്ങിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ചിലതിൻ്റെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവം പോറിയിടട്ടെ. പൗലോസ് എന്തുകൊണ്ടാണ് ലോകത്തിലുള്ള സകലതിനെയും ചപ്പന്നും ചവർന്നും എണ്ണിയത്? നിത്യതയുടെ ഈ ദർശനം അകത്ത് കയറുന്നുണ്ട്. കുഞ്ഞാട് ആ നിത്യമായ ഭവനത്തിൽ വിളക്കാണ്. യേശു കർത്താവിനോടൊപ്പമുള്ള ആ നിത്യമായ വാസം ലോകത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭക്തന്മാർ ലോകത്തെ വേണ്ട എന്ന് പറഞ്ഞത്. നാടും വീടും നാമതയെ കൂട്ടം വിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇറങ്ങിയതിന്റെ കാരണം എന്താ? നിത്യത. അവിടുത്തെ വിളക്കാന യേശുവാ. സ്തോത്രം. അങ്ങനെ യോശുവയും കൂട്ടരും വാഗ്ദത്ത കനാനിലെത്തി. എവിടെ എത്തി? കനാൻ ദേശത്തെത്തി. പാലും തേനും ഒഴുകുന്ന സമൃദ്ധമായ ദേശം. എൻ്റെ പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പാലും തേനും ഒഴുകുന്ന ദേശമാണ്, സമ്പൽ സമൃദ്ധിയുടെ പ്രദേശമാണ്. പക്ഷേ എല്ലാം നല്ലതാണെന്ന് വിചാരിക്കരുത്. മൊട്ടക്കുന്നുകളും പാറക്കഷ്ണുകളും കൂർത്തമൂർത്ത കല്ലുകളും ഒക്കെയുള്ള പ്രദേശം അവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ. ആർക്കും വേണ്ടാത്ത കുറേ പ്രദേശങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെ മുഴുവനുമാ യോശുവ തുടർന്ന് വിഭാഗിച്ച് കൊടുക്കാൻ പോകുന്നത്. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 10-ാമത് വാക്യം. അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്ര വിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. വായിച്ചു വേണ്ടി. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി നറുക്ക് വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസഫിന്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. അളവുനൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലം പറയുന്നത് കേട്ടോ. യോശുവയുടെ നേതൃത്വത്തിൽ 12 ഗോത്രത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് യഹൂദ സമൂഹം ഇങ്ങനെ അണിനിരന്ന് നിൽക്കുക. തുടർന്ന് യോശുവ എന്ത് ചെയ്യാൻ പോവാ? കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന, തങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത, ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത കനാൻ നാട് വിഭജിച്ചു കൊടുക്കാൻ പോവുക. ഇങ്ങനെ 12 ഗോത്രം മുന്നേ നിൽക്കുമ്പോൾ യോശുവതെ അളവ് നൂല് കയ്യിലെടുത്തു. യോശുവയും കൂട്ടരും അളക്കാൻ തുടങ്ങി. 12 ഗോത്രവും അടുക്കടുക്കായിട്ട് അടുത്ത ഗോത്രമായിട്ട് ഇങ്ങനെ നിൽക്കുക. ആദ്യം വിളിച്ചു യോശുവ, ബെന്യാമീൻ വാ, അളന്നു തരാൻ പോവുക. നിങ്ങൾക്ക് ഏത് ദേശമാണ് കിട്ടാൻ പോകുന്നത്? ബെന്യാമീൻ ഇങ്ങനെ, ബെന്യാമീൻ ഗോത്രക്കാരിങ്ങനെ ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾക്ക് ഏത് സ്ഥലമാണ് കിട്ടാൻ പോകുന്നത്? ഞങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന പ്രദേശം തന്നെയാണോ കിട്ടാൻ പോകുന്നത്? അതോ കല്ലും മുള്ളും അല്ല ആർക്കും വേണ്ടാത്ത പ്രദേശങ്ങളാണോ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഈ സ്വത്ത് പാർട്ടീഷൻ ചെയ്യുക, അല്ലെങ്കിൽ ലാൻഡ് പാർട്ടീഷൻ ചെയ്യുക. ഇവിടെ ലാൻഡ് പാർട്ടീഷൻ ചെയ്ത് കിട്ടിയ പല ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കാം. എങ്ങനെയായിരുന്നു ലാൻഡ് പാർട്ടീഷൻ ചെയ്ത് അവകാശം കിട്ടിയപ്പോൾ ഉള്ള നിങ്ങളുടെ സന്തോഷം എങ്ങനെയായിരുന്നു? സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ അവകാശം കിട്ടിയപ്പോൾ? പിതാക്കന്മാർ ലാൻഡ് വിഭജിച്ച് തന്നപ്പോഴേ, സ്വത്ത് വിഭജിച്ച് തന്നപ്പോഴേ നമ്മൾ പറയും, മോളിക്കുട്ടിക്ക് എന്നാ കിട്ടി? മോളിക്കുട്ടിക്ക് കണ്ണായ സ്ഥലമാണ് കിട്ടിയത്. അയ്യോ ചിന്നമ്മയ്ക്ക് എന്നാ കിട്ടി? എന്നാടി നിനക്ക് കിട്ടിയത്? ഓ അച്ഛാ എനിക്ക് നല്ലോണം കിട്ടിയില്ല. വണ്ടം വീട്ടിലെ കുഞ്ഞച്ചായൻ എന്നാ കിട്ടി? കുഞ്ഞച്ചായൻ്റെ സ്വഭാവം പോലെ തന്നെ കുഞ്ഞച്ചായൻ ഒന്നും കിട്ടിയില്ല, കള്ളും മുള്ളുമുള്ള സ്ഥലമാണ് കിട്ടിയത്. എന്തും സംഭവിക്കാം. അളവുനൂൽ മനോഹര ദേശത്ത് വീഴുമോ ഇല്ലയോ എന്ന് 12 ഗോത്രവും നോക്കി നിൽക്കുക. ഭയങ്കരമായ കാത്തിരിപ്പ. എന്തായിരിക്കും റിസൾട്ട്? ഫലഭൂഷ്ടമായ പ്രദേശം കിട്ടുമോ, അതോ കല്ലും മുള്ളും കൂർത്തമൂർത്ത പാറകളുമുള്ള സ്ഥലം കിട്ടുമോ? ഇങ്ങനെ നോക്കി നിൽക്കുക. ബെന്യാമിനെ വിളിച്ചു. എല്ലാവരുടെയും ആഗ്രഹം എന്താ? 12 ഗോത്രത്തിൻ്റെ ആഗ്രഹം എന്തുവാ? പറ. ഏറ്റവും നല്ലത് കിട്ടണം. പാലും തേനും ഒഴുകുന്ന ഏറ്റവും മോസ്റ്റ് ഫെർട്ടൈലായ സ്ഥലം കിട്ടണം. അതാ ആഗ്രഹം. അതാണോ? അതാ ആഗ്രഹം. സ്തോത്രം. യോശുവ ഇങ്ങനെ അളവുനൂലെടുത്ത് വിഭാഗിച്ച് ഇങ്ങനെ കൊടുക്കാൻ പോയ ബെന്യാമീനെ വിളിച്ചു. ബെന്യാമീൻ ഏത് സ്ഥലം കിട്ടിയെന്നതേ പ്രഖ്യാപിക്കാൻ പോവാ. ബെന്യാമീന് ടെൻഷൻ അടിച്ച് ബെന്യാമീൻ നിൽക്കുക. പാലും തേനും ഒഴുകുന്ന ദേശം കിട്ടി. ഓ എന്നാ സന്തോഷമാണ് ബെന്യാമീന്. അടുത്തത് ദാനെ വിളിച്ചു. ദാൻ ഗോത്രം ഇങ്ങനെ നിരന്ന് നിൽക്കുക. അന്നേരം ദാൻ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ നിൽക്കുമ്പോൾ അളവുനൂല് പിടിച്ചുകൊണ്ട് ഇങ്ങനെ
യോശുവ അളക്കുന്നുണ്ട്, അവസാനം റിസൾട്ട് പറയുന്നുണ്ട്. ദാൻ്റെ ആഗ്രഹം എന്തുവാ? ബെന്യാമിന് കിട്ടിയതുപോലെ ഉദാഹരണമായി പറയുന്നത് കേട്ടോ, പാലും തേനും ഒഴുകുന്ന ദേശം ഞങ്ങൾക്കും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പാലും തേനും ഒഴുകുന്ന ദേശത്തിന് പകരം കല്ലും മുള്ളുമല്ല പ്രദേശമാണ്. അച്ഛാ, എന്തോ പറ്റി? കാത്തിരിപ്പിന് എന്തോ പറ്റി? നെഗറ്റീവ് ഇമ്പാക്റ്റാ. ദോഷം സംഭവിച്ചു, സന്തോഷമില്ല, സന്തോഷം അസ്തമിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് രൂബനെ വിളിച്ചു. രൂപൻ വിചാരിച്ചു, ദാൻ ഗോത്രത്തിന് കിട്ടിയതുപോലെ കല്ലും മുള്ളുമായിരിക്കും എനിക്കും കിട്ടുന്നത്, അപ്പുറത്തുള്ളവൻ അത് കിട്ടിയെങ്കിൽ എനിക്കും അതേ കിട്ടത്തുള്ളൂ എന്നായിരിക്കും പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് യോശുവ വിളിച്ചു പറയുന്നു, രൂബന് പാലും തേനും ഒഴുകുന്ന ദേശം. അപ്രതീക്ഷിതമായിട്ടൊരു സന്തോഷം അവിടെ വന്ന് വീണിരിക്കുകയാണ്. ഇതേപോലെ റിസൾട്ട് കാത്തു കഴിയുന്ന, പുറത്ത് കാത്തിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവവേദനെ ഒരു ദൂത് കൈമാറാൻ കേട്ടോ. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഓർക്കാപ്പുറത്ത് നിന്റെ ജീവിതത്തിൽ റിസൾട്ട് വരുമ്പോ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ഒരു സന്തോഷത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ തരുവാൻ ആ ദൈവത്തിന് കഴിയും കേട്ടോ. സ്തോത്രം. ലോകത്തിലേറ്റവും അധികം പ്രാർത്ഥനകൾ ഉയരുന്ന സ്ഥലം മാതാവേ എവിടെയാണെന്നറിയാമോ? ദേവാലയമാണോ? അല്ല, ഹോസ്പിറ്റൽ വരാന്തകളിലാണ്. പോയി നോക്കണം. ICUവിൻ്റെ ഫ്രണ്ടിലും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെ ഫ്രണ്ടിലും നിരവധി പ്രാർത്ഥനകൾ ഇവിടത്തെക്കാളും ഉയരുന്നുണ്ട്. സർജറി ചെയ്യുന്ന മുറിയുടെ ഫ്രണ്ടിൽ ആ സർജറിക്ക് വിധേയപ്പെട്ട വ്യക്തിയെക്കാളും അവൻ്റെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, മറ്റ് ബന്ധുമിത്രാദികളായിരിക്കാം, പാസ്റ്ററായിരിക്കാം, തീരുന്ന് കഴിയുന്നുണ്ട്. എന്തോ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. എന്നാലും ഒന്ന് പറയട്ടെ, അളവുനൂൽ മനോഹര ദേശത്ത് വീണിരിക്കുക. സന്തോഷത്തിൻ്റെ അനുഭവം റിസൾട്ടായിട്ട് തരുവാൻ ഈ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും കേട്ടോ. അവൻ്റെ ബലമുള്ള ഭുജത്തിൻ്റെ അവതരണം നിനക്കായി പ്രവർത്തിക്കാൻ പോകുക. ആമേൻ. പ്രൈസ് ദ ലോർഡ്. അതേപോലെയാ 2 മാസം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എക്സാമാ അല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന ലോകത്തിൻ്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള മാതാപിതാക്കളോടൊരു ദൂതാ കേട്ടോ. നിങ്ങൾക്ക് നല്ല തലമുറകളുണ്ട്, അവർക്ക് വേണ്ടി ഓടി അധ്വാനിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. 2 മാസം കഴിഞ്ഞ എക്സാമാ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ എക്സാമാ. റിസൾട്ട് വരുമ്പോൾ തീ തിന്നുന്ന ചില മാതാപിതാക്കൾ ഇവിടെയും കാണും, അവിടെയും കാണും. ശരിയാ, ഭാരപ്പെടാതെ. നിന്റെ വിഷയം ലോകത്തിലാരും സഹായിക്കാൻ ഇല്ലാതെ വരുമ്പോൾ ജ്ഞാനം കൊടുത്തുകൊണ്ട്, ദൈവിക പരീക്ഷ സംരക്ഷണവും നൽകിക്കൊണ്ട്, ഉന്നതമായ വിജയങ്ങൾ നൽകി അലങ്കരിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും കേട്ടോ. അളവുനൂർ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. നല്ലൊരു അവകാശം നിനക്ക് ലഭിച്ചിരിക്കുക. സന്തോഷത്തിൻ്റെ അനുഭവം നിന്റെ കുടുംബത്തിൽ വന്ന് വീണിരിക്കുക. സ്തോത്രം. ആമേൻ. ഈ സർജറി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുറത്തിരിക്കുന്ന ആൾക്ക് എന്ത് വേദന. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ തന്നെ പിടിച്ചിടുക എന്നെ. സ്തോത്രം. ആമേൻ. പുറത്ത് തീർന്ന് കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, റീബൽ കടകസിയ ഹസ്തൽ ജുമാന ഘടകം ഹന്തൽ വൈദ രഗതി. ഞാൻ പറയട്ടെ, ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ മൂർച്ഛിക്കുമ്പോൾ ഡോക്ടർ എന്തോ പറയും? ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. വേറെ രക്ഷയില്ല. നിങ്ങളുടെ വഴിക്ക് നോക്കാൻ പറയും. അതിൻ്റെ അർത്ഥം എന്നാ? പറ, രക്ഷയില്ല. പക്ഷേ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ച, മരണത്തെയും പാതാളത്തെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് ജയോത്സവം കൊണ്ടാടിയ സ്വർഗത്തിലെ ദൈവപുത്രനായ യേശു കർത്താവ് നിന്റെ കാര്യത്തിന് വേണ്ടി പ്രതിക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ കുഞ്ഞെ 100% വിടുതല. സ്തോത്രം. ആമേൻ. അങ്ങനെ നിൽക്കുക. വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്തു, നല്ലതിന് വേണ്ടി ചെയ്തതാ, ആരെയും തകർക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ കടക്കിണിയിലായ, ഭീമമായ പ്രയാസത്തിലായ, സാമ്പത്തിക ഞെരുക്കത്തിലായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നീ ഭാരപ്പെടാതെ. സ്തോത്രം. അവസാനം കൂട്ടിയും കിഴിച്ചും വരുമ്പോൾ എനിക്ക് അവകാശം ഒന്നും കിട്ടിയില്ലല്ലോ, ഞാൻ ശുശ്രൂഷകൾ ചെയ്തു, എൻ്റെ ആയുസ്സും ആരോഗ്യവും അധ്വാനവും ഇതിനു വേണ്ടി ഞാൻ ചെലവഴിച്ചു, പക്ഷേ അവസാനം മെച്ചമായതൊന്നും എനിക്കില്ലല്ലോ എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിലെ സ്പന്ദനങ്ങൾ ഒപ്പി
എടുത്തുകൊണ്ട് ഇന്ന് രാത്രികാലം നിന്നോട് പറയുക കേട്ടോ, അളവ് നൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്കല്ല, നിനക്ക് നല്ലൊരു അവകാശം വീണിരിക്കുക. സ്തോത്രം. ഈ ഹോസ്പിറ്റൽ കേസുകളിൽ കീമോ ചെയ്യുമ്പോഴും റേഡിയേഷൻ എടുക്കാൻ ഡോക്ടർ പറയുമ്പോഴും ഞാൻ പറയട്ടെ, ആ റേഡിയേഷൻ എടുക്കേണ്ടി വന്ന വ്യക്തിയെക്കാളും അധികം വേദന പുറത്തുള്ള ആൾക്കാർ. ഓപ്പറേഷൻ റൂമിൽ ഡോക്ടർ വെട്ടിക്കീറുമ്പോഴും പുറത്ത് മാതാവും പിതാവും ഒരുപക്ഷെ മക്കളും അപ്പനും അമ്മയായിരിക്കും കരയുന്നത്, ദൈവസഭയായിരിക്കും കരയുന്നത്, ദൈവദാസനായിരിക്കും കരയുന്നത്. അങ്ങനെയുള്ളവരോട് സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക കേട്ടോ. റിസൾട്ട് വരുമ്പോൾ ഒരു വിജയത്തിൻ്റെ റിസൾട്ട് ദൈവം തന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ആമേൻ. ഈ നമ്മുടെ അവകാശം പിശാച് കൊണ്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പുറപ്പാട് പുസ്തകം 11 അധ്യായം 7 വാക്യവും പുറപ്പാട് പുസ്തകം 12 അധ്യായം 35, 36 വാക്യവും. സ്തോത്രം. ഈ ഇസ്രായേൽ മക്കൾക്ക് നേരെ എന്തോ സംഭവിക്കുമെന്ന് അവിടെ പറഞ്ഞത്. ഹലോ, തുടർന്ന് വായിച്ചമ്മേ. ദൈവം വ്യത്യാസം വയ്ക്കാൻ പോവുക. ആ വ്യത്യാസം വയ്ക്കുന്നത് എന്താന്നാ പറഞ്ഞത്? വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെയോ ഒരു നായ പോലും നാവനക്കത്തില്ല. സ്തോത്രം. 2 വാക്യം വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 12 അധ്യായം 35, 36 വാക്യം. യഹോവ മിസ്രൈമ്യർക്കും ജനത്തോട് കൃപ തോന്നിച്ചത് കൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രൈമ്യരെ കൊള്ളയടിച്ചു. സ്തോത്രം. ഇതിൽ നിന്നെന്തോ മനസ്സിലായി. 400 വർഷം ഇസ്രായേൽ മക്കൾക്ക് അടിമത്വമായിരുന്നു. ഒറ്റ രൂപ പോലും കൊടുക്കാതെ 400 വർഷം ജോലി ചെയ്യിപ്പിച്ചു. നഷ്ടബോധം. സത്യമല്ലേ? പക്ഷേ തമ്പുരാൻ്റെ സമയമായപ്പോൾ, ഗോഡ്സ് ടൈമിംഗ് ആയപ്പോൾ ദൈവം എന്തോ ചെയ്തു? 9 ബാധ അയച്ചു. 9 ബാധ അയച്ചിട്ടും ഫറവോൻ എന്തോ ചെയ്തു? ദൈവജനത്തെ വിടുന്നില്ല. അവസാനം 10ാമത്തെ ബാധ കടിഞ്ഞൂൽ സംഹാരം അയച്ചപ്പോൾ അതൊരു ടേണിംഗ് പോയിന്റായി. ദൈവജനത്തെ ഫറവോൻ വിടാം എന്നുള്ള തീരുമാനത്തിലെത്തി. സ്തോത്രം. എന്തോ മനസ്സിലായി? ഈ കടിഞ്ഞൂൽ സംഹാരത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ ഈജിപ്ഷ്യരുടെ വീട്ടിൽ കയറിപ്പോയി കൊള്ളയടിക്കുന്നുണ്ട്. വീട്ടിനകത്ത് കയറി പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഈജിപ്ഷ്യർ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ബരവാക്കാർ തന്നെ, എനിക്കറിയാം, ബരവാക്കാർ തന്നെ. ഈജിപ്ഷ്യർ എന്തോ ചെയ്യുന്നു? ഇസ്രായേൽ മക്കൾ വന്ന് ചോദിച്ചപ്പോൾ, കൊള്ളയടിക്കാൻ വന്നപ്പോൾ വെള്ളിയാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും കുണുക്കുകളും ആ മാലയും വളയും എല്ലാം ഊരിക്കൊടുത്തിട്ട് എന്തോ പറഞ്ഞു? കൊണ്ടുവയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു. ആ സമയം ഒരു നായ പോലും കുരച്ചില്ലെന്ന. എന്തോ പിടികിട്ടി. 400 വർഷം പീഡനമാണ്. 400 വർഷം 1 രൂപ പോലും കൂലി കൊടുക്കാതെ ജോലി ചെയ്യിപ്പിച്ചെങ്കിൽ ഈ 400 വർഷത്തെ കൂലി ഒറ്റ ദിവസം കൊണ്ട് കൊടുത്ത ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നഷ്ടബോധത്തിലൂടെ കൂട്ടിയും കഴിച്ചു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള അവസ്ഥാവിശേഷത്തിൽ കടന്നു പോകുന്ന പ്രിയ സഹോദര സഹോദരി, ഒറ്റ ദിവസം കൊണ്ട് നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ, ഒറ്റ ദിവസം കൊണ്ട് അടിമത്തത്തെ മാറ്റി എല്ലാ നന്മകളിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ആമേൻ. ഈ ദൂത് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടേ വീട്ടിലേക്ക് പോകാവൂ. ആമേൻ. സ്തോത്രം. 2 കൊരിന്ത്യർ
11:2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇത്രയും നേരം പ്രസംഗിച്ചപ്പോൾ എന്തോ മനസ്സിലായി. ഒരു നിയമത്തിനും ഭക്തൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടയാൻ കഴിയത്തില്ല. ഒരു നിയമത്തിനും ഈ എണ്ണത്തെ കുറയ്ക്കാൻ കഴിയത്തില്ല. ഒരു രോഗത്തിനും ഒരു പൈശാചിക ബന്ധനത്തിനും ഒരു ഇരുട്ടിൻ്റെ ശക്തിക്കും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഭക്തൻ്റെ അവകാശത്തെ കവർന്നെടുക്കാൻ കഴിയത്തില്ല. സകല നഷ്ടങ്ങളെയും എല്ലാ അവകാശങ്ങളെയും കൂട്ടിയും കഴിച്ച് അർഹമായ നിലയിൽ കൊടുക്കുന്നൊരു അരുമ മളവാളൻ സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ സഭ കാന്തൻ, സഭ കാന്ത, യേശു കർത്താവ് കാന്തൻ. യേശു കർത്താവ് ആരാ? മണവാളനാ. നമ്മളാരാ? ക്രിസ്തുവിൻ്റെ മണവാട്ടിയാ, തർക്കമില്ല. ഈ ഇത്രയും വർഷമായിട്ടും ആത്മീയത്തിൽ വന്നു എനിക്ക് ഒരു അവകാശവും കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിലുള്ള ഒന്നും കിട്ടിയില്ല എങ്കിൽ തന്നെയും ദൈവവേദനെ ദാവീദ് പറയുന്നത് പോലെ എൻ്റെ അവകാശം ദൈവമാണ്. യേശു കർത്താവിനെ അവകാശമായി കിട്ടിയാൽ അത് മതി. സ്തോത്രം. സ്വന്തം പുത്രനെ നിനക്കായി തന്ന ദൈവം ഈ ലോകത്തിൽ ഐശ്വര്യമായിട്ട് നിന്നെ നടത്താതിരിക്കുമോ? സ്വന്തം പുത്രനെ തന്ന ദൈവം ഐശ്വര്യമായിട്ട് ഈ ലോകത്തിൽ നടത്തുകയും തീർന്നില്ല, നിത്യതയിൽ നിന്നെ കൊണ്ടെത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ യേശു കർത്താവ് മണവാളനാണ്, നമ്മൾ മണവാട്ടി സഭയാണ്. എന്തുകൊണ്ടാ മണവാളൻ മണവാട്ടി ആ ഒരു ആലങ്കാരികമായ ഭാഷാ പ്രയോഗത്തിലൂടെ അത് പറയാൻ കാരണം? ഒരു കാര്യം കൂടെ പറയാം, ശ്രദ്ധിക്കണം. ഞാനൊന്നിനും കൊള്ളത്തില്ല, എനിക്കാരുമില്ല, എനിക്ക് ഒറ്റപ്പെടൽ മാത്രമാണ്, ഞാനൊരു അനാഥയാണ്, എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെയും ആരുമില്ലാത്ത അവസ്ഥയാണ് എനിക്ക് ഒരു അവകാശവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആത്മീക സമൂഹത്തോടുള്ളൊരു ദൂത തുറന്നു പറയുന്ന ഒരു ദൈവശബ്ദം അന്ത്യം വരെയും നിങ്ങളെ നിലനിർത്തും. കർത്താവിൻ്റെ മടങ്ങി വരവെയും നിങ്ങളെ നിലനിർത്തും. അതുകൊണ്ട് ആ കാഴ്ചപ്പാട് ഹൃദയത്തിൽ പോറിയിടാൻ പ്രാർത്ഥനയോടെ ഇത് കേൾക്ക്. സ്തോത്രം. ഈ ദൈവിക മർമ്മങ്ങൾ മനുഷ്യന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ലോകത്തിലെ സാധാരണ കാര്യങ്ങളുമായി സാദൃശ്യപ്പെടുത്തി ദൈവിക മർമ്മങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. സ്തോത്രം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബന്ധമേതാ? ഭാര്യ ഭർത്തൃ ബന്ധമാണ്. മണവാളൻ മണവാട്ടി ബന്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആഴമായ, ഊഷ്മളമായ, തീവ്രമായ ആ ഇൻറ്റിമസി കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനൊരു രൂപകം, അലങ്കാരം ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി സാദൃശ്യപ്പെടുത്തി മണവാളൻ മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഈ തുടർന്ന് അതിൻ്റെ ഒരു എക്സ്പോസിഷനിലേക്ക്, അല്ലെങ്കിൽ ഞാൻ സ്വായത്തമാക്കിയ അറിവുകൾ നിങ്ങളോട് പങ്കിടാൻ പോവുകയാണ്. അതൊരു ദൈവശബ്ദമായി മുറുകെ പിടിക്കേണ്ടവർ ചാടി പിടിച്ചോണം. ആമേൻ. മണവാളൻ മണവാട്ടി എന്ന് പറയാൻ കാരണം എന്താ? സഭ മണവാട്ടി, യേശു കർത്താവ് മണവാളൻ. ഒന്നാമത്തെ മർമ്മമാണ്, ഒരു മിസ്റ്ററിയാണ് പറയുന്നത്. ഒന്ന്, ഈ ഒരു യൗവനക്കാരൻ വിവാഹപ്രായം കെട്ടിക്കാൻ പ്രായമായി. അന്നേരം അവൻ്റെ അപ്പനും അമ്മയും അന്യദേശത്ത് നിന്ന് ഒരു യുവതിയെ, കന്യകയും സുമുഖയും സൽസ്വഭാവിയുമായ ഒരു യുവതിയെ ഇങ്ങനെ വിവാഹത്തിനായിട്ട് എടുത്ത് അവനെ ആ യൗവനക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊണ്ടിരിക്കട്ടെ. ഈ വിവാഹം കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഈ പെങ്കൊച്ച് എവിടെയാണ് താമസിക്കുന്നത്? ഭർത്താവിൻ്റെ വീട്ടിലാണ്. ആരുടെ വീട്ടിലാണ്? ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ ആരൊക്കെ കാണും? ഭർത്താവിൻ്റെ അപ്പൻ കാണും, ഭർത്താവിൻ്റെ അമ്മ കാണും, ഭർത്താവിൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരും കാണും. ശരിയാ. പക്ഷേ ഭാര്യയുടെ വില അതുല്യമാണ്. സ്വർഗത്തിൽ അബ്രഹാം ഉണ്ടെങ്കിലും ഇസഹാക്ക് ഉണ്ടെങ്കിലും പഴയ നിയമ കരുത്തന്മാരുണ്ടെങ്കിലും സഭയാം കാന്തയുടെ വില, എൻ്റെയും നിങ്ങളുടെയും വില അതുല്യമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവിനെ അവകാശമാക്കിയുള്ള ഗുണമെന്ന് പറഞ്ഞത്. സ്തോത്രം. അത് മതി ലോകത്തിൽ ജീവിക്കാൻ, കരുത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ. രണ്ടാമത്തെ മർമ്മം, ഈ ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് പിരിയോ? ഇല്ല.
മരണം വരെയും അവരൊരുമിച്ച. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ഇത് മൂന്നും ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ച ശേഷം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ആയിരിക്കും. ഫോർ എവർ എന്ന കർത്താവിൻ്റെ വരവിന് ശേഷം സഭയും കാന്തിയും തമ്മിൽ വേർപിരിയാതെ എന്നും ഒന്നായിരിക്കും. ഇതാ അവകാശം എന്ന് പറയുന്നത്. സ്തോത്രം. ഈ അവകാശത്തെ കരസ്ഥമാക്കിയ ദൈവമക്കളാ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നത്. തീർന്നില്ല, ഒന്നുകൂടെ പറയാം. ഒത്തിരി പറയണമെന്നുണ്ട്, സമയമില്ല. 1-2 ഭാഗങ്ങളൂടെ ടച്ച് ചെയ്യാനുണ്ട്. ആമേൻ. മൂന്നാമത്തെ മർമ്മം, ഈ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നാൽ ഭർത്താവിൻ്റെ സ്വത്ത് ആർക്കുള്ളതാ? പറ. ഭാര്യയ്ക്കുള്ളതാ. പകുതിയാണോ പൂർണ്ണമാണോ? പൂർണ്ണമാ. ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് തുല്യ അവകാശമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകം മൊത്തം, പ്രപഞ്ചം മൊത്തം, ജ്യോതിർഗോളങ്ങൾ മൊത്തം, അഖില ചരാചരങ്ങൾ മൊത്തം ആരുടേതാ? പിതാവായ ദൈവത്തിൻ്റെതാ. യേശു കർത്താവിൻ്റെ പിതൃസ്വത്തായിട്ട് വരും. ആമേൻ. അങ്ങനെയെങ്കിൽ നാമും യേശു കർത്താവിനും തമ്മിലുള്ള ആ വിവാഹം കഴിയുമ്പോൾ ലോകത്തിലുള്ള മുഴുവനും സ്വർഗവും ഭൂമണ്ഡലവും ജ്യോതിർഗോളങ്ങളും നമ്മുടേതും കൂടിയായി മാറും. യേശു കർത്താവിനെ അവകാശമായി കിട്ടിയവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ആമേൻ. എൻ്റെ പ്രിയരെ, ഈ അവകാശം ലഭിച്ച നമ്മളാ ഭാഗ്യവന്മാർ. ലോകത്തിൽ മറ്റൊന്നും കിട്ടാത്തപ്പോഴും നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമായിരിക്കാം, നഷ്ടക്കച്ചവടമായിരിക്കാം. ഈ അവകാശം ലഭിച്ചാൽ അത് മതി. ആ ജീവനാന്തം ലഭിക്കാൻ ഈ ദൂത് നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായം 28-ാമത് വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായം 28-ാം വാക്യം. കോരശന്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. ഇസ്രായേൽ മക്കൾ 70 വർഷം ബാബിലോണിലായിരുന്നു. ഈ ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്ന് അവർ രക്ഷിക്കാൻ ദൈവം കണ്ട ജാതീയ രാജാവിൻ്റെ പേരാണ് കോരശ്. ആരാണ്? കോരശ്. ഈ പേർഷ്യൻ രാജാവായ ഈ അഞ്ചാൻ, പേർഷ്യയിലെ അഞ്ചാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അസ്തിയാജസ്. ഈ അസ്തിയാജസ് രാജാവിനൊരു മകളുണ്ടായിരുന്നു. മകളുടെ പേരാ മണ്ടാന. അവൾക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ രാജാവ്, മകളല്ലേ, വിവാഹം കഴിക്കണമല്ലോ. അന്നേരം കാംബിസ് എന്ന് പറയുന്ന ഒരു രാജകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. തദനന്തരം ആ രാജാവ് ഒരു സ്വപ്നം കണ്ടു. തൻ്റെ മകളായ മണ്ടാനയ്ക്ക് ജനിക്കുന്ന മകൾ നിമിത്തം തൻ്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടും, തൻ്റെ കിരീടം തെറിക്കും എന്നൊരു സ്വപ്നം കണ്ടു. ഒടുവിൽ മണ്ടാന ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞ് ജനിച്ചു. ഉടനെ രാജാവ് ഒരു കാര്യം ചെയ്തു. തൻ്റെ വിശ്വസ്ത സേനാധിപനായ ഹർപ്പാഗസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ആ കുഞ്ഞിനെ ഇങ്ങെടുക്ക്, പുറം ലോകം കാണരുത്, കൊന്നോക്കാൻ പറഞ്ഞു. പക്ഷേ അസ്തിയാജസിന് ഈ കൊച്ചിനെ കൊല്ലാൻ തോന്നിയില്ല. ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ സിസ്റ്ററുണ്ട്. സിസ്റ്റർ പറഞ്ഞു, അച്ഛാ കൊല്ലരുത്, ശോഭയുള്ള കുഞ്ഞ്. അതുകൊണ്ട് ഈ സൈന്യാധിപൻ ചെയ്ത കാര്യം കേൾക്കണോ? ഹർപ്പാഗസ് ചെയ്തു. കുന്നിൻ മുകളിലുള്ള ദൂരെയുള്ള ഒരു ഇടയൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ശോഭയുള്ള കുഞ്ഞിനെ പരിപാലിക്കാൻ പറഞ്ഞു. ഇടയനോട് പറഞ്ഞു, രാജകീയ കുഞ്ഞ, ഭാവി യുവരാജാവ, വേണ്ട പോലെ ശ്രദ്ധിച്ചോണം, കുഞ്ഞിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ എത്തിച്ചോളാം എന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് വളർന്നു. ആ ഇടയൻ്റെ വീട്ടിൽ നിന്ന്, കുന്നിൻ മുകളിലുള്ള വീട്ടിൽ നിന്ന് അവനിങ്ങനെ കളിച്ച് വളർന്നു. അവൻ യൗവനക്കാരനെത്തിയപ്പോൾ ഒരു കേസിൽപ്പെട്ട് അസ്തിയാജസ് രാജാവിൻ്റെ മുൻപിൽ അവൻ വന്ന് പെട്ടു. അന്നേരം അവനോട് ചോദിച്ചു, എന്താ നീ ചെയ്ത തെറ്റ്? ഉടനെ ഈ യൗവനക്കാരൻ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ യൗവനക്കാരൻ്റെ സംസാരം കേട്ടപ്പോൾ പതുക്കെ അസ്തിയാജസ് രാജാവ് അവൻ്റെ സേനാധിപതിയായ ഹർപ്പാഗസിനെ വിളിച്ചിട്ട് ചോദിച്ചു,
ഇങ്ങനെ സംസാരിക്കുന്ന ഈ പയ്യൻ ആരാ? സത്യം പറഞ്ഞോണം. കഴുത്തിൽ കത്തി വച്ചിട്ട് ചോദിച്ചു, ഉടവാൾ വച്ചിട്ട് ചോദിച്ചു, ദേ ഈ സംസാരിക്കുന്നത് ആരാ? കാരണം ഞാനും എൻ്റെ യൗവന കാലഘട്ടത്തിലും യവനെപ്പോലെയാണ് സംസാരിച്ചത്, ആരാന്ന് ചോദിച്ചു. ഉടനെ ഹർപ്പാക്കസ് പറഞ്ഞു, തിരുമേനി ക്ഷമിക്കണം, ഇവനാണ് നിൻ്റെ കൊച്ചുമകനായ കോരസ്. ഇതിൽ നിന്നെന്തോ മനസ്സിലായി, വാക്തത്വമുള്ളവനെതിരെ, വാക്തത്വമുള്ള തലമുറക്കെതിരെ പോരാട്ടമുണ്ട്. പക്ഷേ വാക്തത്വമുള്ള തലമുറയെ ഞാൻ പറയട്ടെ, ദൈവവൈതലെ, ശത്രുവിൻ്റെ മൂക്കിൻ്റെ തുമ്പത്തിട്ടും വളർത്തുവാൻ ഈ ദൈവത്തിന് കഴിയും കേട്ടോ. അവൻ സകലത്തിൻ്റെയും അധികാരിയാകട്ടോ. രാജാക്കന്മാരുടെ മനസ്സിനെ പോലും നീർത്തുപോട് ചലിക്കുന്നവൻ, വ്യക്തികളുടെ മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ട് നിനക്ക് പോസിറ്റീവായ നിലയിൽ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ഈ ദൈവത്തിന് കഴിയും. സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് കോരസിൻ്റെ സമയമായപ്പോൾ, കോരസൊക്കെ വളർന്ന് പേർഷ്യൻ രാജാവായപ്പോൾ, അന്നേരം ബാബിലോൺ രാജാക്കന്മാരും ഉണ്ടേ. ബാബിലോൺ ഒരു സാമ്രാജ്യമായിട്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരം ബാബിലോൺ ഭരിച്ചിരുന്നത് ആരാ? ബെൽസസറ. നെബൂഖദ്നേസറിൻ്റെ മകനല്ല, മകൻ്റെ മകനാണ്, പുത്രനല്ല, പൗത്രനാണ്. അന്നേരം ബെൽസസറിനൊരു ആഗ്രഹം തോന്നി. രാജാവല്ലേ, തെറ്റ് പറയാനൊക്കത്തില്ല. തൊട്ടടുത്ത് കിടക്കുന്ന പേർഷ്യയും അറ്റാക്ക് ചെയ്ത് പിടിക്കണം. അങ്ങനെ ഈ ബാബിലോൺ സാമ്രാജ്യത്തിലെ ചക്രവർത്തി പറഞ്ഞു, ഞങ്ങളതേ പോയി പേർഷ്യൻ രാജാവായ കോരസിൻ്റെ രാജ്യം പിടിക്കാൻ പോവുക. ഈ ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. ബാബിലോൺ സാമ്രാജ്യം ചരിത്രത്തിൻ്റെ ഗോൾഡൻ ഹെഡാ. ഈ യഹൂദ ബാലന്മാർ നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുൻപേ ചില കാര്യങ്ങൾ അവിടെ സജ്ജീകരിച്ച ശേഷമാണ്, അല്ലെങ്കിൽ പിശാച് അവിടെ കാര്യങ്ങൾ ആകർഷണീയമായ നിലയിൽ സജ്ജീകരിച്ചിട്ട ശേഷമാണ് ഇസ്രായേൽ മക്കളെ അങ്ങോട്ട് കൊണ്ടുപോയത്. നെബൂഖദ്നേസർ ചക്രവർത്തി ഒരു പട്ടണം തന്നെ പണി കഴിപ്പിച്ചു. ആ പട്ടണത്തിൻ്റെ പേരാണ് സിറ്റി ഓഫ് ബാബിലോൺ. എന്താണ്? സിറ്റി ഓഫ് ബാബിലോൺ. ബാബിലോൺ പട്ടണം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ അക്കരയും ഇക്കരയുമായി വിന്യസിപ്പിച്ച് കിടക്കുന്ന ഒരു മനോഹര പട്ടണം. ആ പട്ടണത്തിൻ്റെ വീതിയും അളവും ചുറ്റളവും അവർണ്ണനീയമാണ്, ആശ്ചര്യമുളവാക്കുന്നതാണ്. ഈ പട്ടണത്തെ രാജാവ് ഒരു വലിയ കോട്ട കെട്ടി സംരക്ഷിച്ചു. എന്താണ്? ഒരു വലിയ കോട്ട കെട്ടി സംരക്ഷിച്ചു. വലിയ കോട്ടയാണ്. ഈ കോട്ടയുടെ മുകളിലൂടെ ഇനി പറയാൻ പോകുന്ന കാര്യം ഒത്തിരി എൻജോയബിളാണ് കേട്ടോ. കുതിരകളെ കെട്ടിയ രഥങ്ങൾക്ക് സമാന്തരമായി, ഒന്നിലധികം കുതിരകളെ കെട്ടിയ രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിക്കാൻ പാകത്തിനുള്ള ഹൈവയ. എന്താണ്? ഹൈവയ. കോട്ടയ്ക്ക് മുകളിൽ ആയുധശാലകൾ, ആയുധപ്പുരകൾ, പാണ്ഡികശാലകൾ, ധാന്യപ്പുരകൾ, ആകെ മൊത്തം കരുത്തുറ്റൊരു കോട്ട. തീർന്നില്ല. ഈ പല്ലുപോലെ, നമ്മുടെ പല്ലുണ്ടല്ലോ, പല്ലുപോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന പല ഭാഗങ്ങൾ ആ കോട്ടയ്ക്ക് മുകളിലുണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ നിന്ന് ഈ അമ്പും വില്ലും എയ്യുന്നവർ ശത്രു സാന്നിധ്യം മണത്താൽ മഴ പോലെ, മിന്നൽ പോലെ അമ്പുകൾ എയ്തു വായിക്കും. സ്തോത്രം. തീർന്നില്ല. ഒരു ഈച്ച പോലും പറക്കാത്ത നിലയിൽ ഭദ്രമായ കോട്ട. മാത്രമല്ല, കോട്ടയ്ക്കകത്ത് പ്രവേശിക്കണമെങ്കിൽ വാതിലുകളുണ്ട്. കേൾക്കണോ? 101 വാതിലുകൾ. എത്രയാ? 101 വാതിലുകൾ. ആമേൻ. എൻ്റെ കയ്യിൽ ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ സുപ്രധാനമായ ചില ഗ്രന്ഥങ്ങളാണ്. ഒന്ന്, ലോക നാഗരികതകളുടെ ചരിത്രം. രണ്ടാമത്, ചരിത്രകാരനായ ഫാദർ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസിൻ്റെ അമൂല്യമായൊരു കൃതിയുണ്ട്. ആ കൃതിയിൽ ഈ ബാബിലോണിനെ കുറിച്ച്, സിറ്റി ഓഫ് ബാബിലോണിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. എന്താ? സിറ്റി ഓഫ് 100 ഗേറ്റ്സ്. 100 വാതിലുകളുടെ പട്ടണമെന്നാണ് കിടക്കുന്നത്. ഈ 100 വാതിൽ പ്ലസ് ഒരു വാതിലുണ്ട്, അത് വേറെ വാതിലാണ്. അത് ഇഷ്ടാർ എന്ന് പറയുന്ന ഒരു ബാബിലോണ്യ ദേവതയെ കുറിക്കുന്ന, അല്ലെങ്കിൽ ദേവതയുടെ പേരിലുള്ള ഒരു വാതിലാണ്. ഈ വാതിൽ എങ്ങനെ ഉണ്ടാക്കിയത് കേൾക്കണോ? ഗ്ലേസ്ഡ് ബ്രിക്സ് ഉണ്ട്.
ഗ്ലേസ്ഡ് ബ്രിക്സ് കൊണ്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർന്നില്ല, ഈ ശുദ്ധമായ താമ്രം, എന്താണ്, താമ്രപ്പാളികൾ അടുക്കി 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 വെച്ച് കരുത്തുറ്റതാക്കി മാറ്റി ഇരുമ്പ് ഓടാമ്പലുകൾ ചെരുത്തി ഒരു ശത്രുവിനും തച്ച് തകർക്കാൻ പാകത്തിനുള്ള വാതിലുകളാണ് ഈ വാതിലുകൾ. സാധാരണപ്പെട്ട ആളുകൾ വലിച്ച ഈ വാതിൽ തുറക്കത്തില്ല. മനസ്സിലായോ? സാധാരണപ്പെട്ട ആളുകൾ വലിച്ച ഈ വാതിൽ തുറക്കത്തില്ല. പിന്നെ എന്തോ ചെയ്യണം? സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത അശ്വങ്ങൾ. ചക്രവർത്തിയായ ബെൽസസർ പേർഷ്യൻ രാജാവായ കോരശനെ ആക്രമിക്കാൻ പോകുമെന്ന് അറിയുമ്പോൾ, മനസ്സിലായോ, ഒരു വലിയ പടുവൃക്ഷവും ചൂരലും കൂടെ യുദ്ധം ചെയ്യുന്ന പോലെ ഇരിക്കും. മൂർഖനും രാജവെമ്പാലയും പോലെ യുദ്ധം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോരസ് ഈ വാർത്ത അറിഞ്ഞു. കോരസിൻ്റെ ചാരന്മാർ, ബാബിലോൺ ചക്രവർത്തി, മഹത്തരമായ സാമ്രാജ്യം, വലിയ മിലിറ്ററി വെപ്പൺസ് ഉള്ളവർ തങ്ങളെ ആക്രമിക്കാൻ പോകുന്നു എന്ന വിവരം ചാരന്മാർ കോരസിനെ അറിയിച്ചു. കോരസ് ചുണക്കുട്ടിയാണ്, പൊരുതി മരിക്കാം, അഭിമാനം വിറ്റൊരു പണിയില്ലച്ചാ. അതുകൊണ്ട് കോരസും കൂട്ടരും വാക്തത്വം മാത്രമേ അവനുള്ളൂ കേട്ടോ, മറ്റൊന്നുമില്ല. കുറച്ച് സൈനികരുമുണ്ട്, ദൈവത്തിൻ്റെ ഡിവൈൻ പ്രൊട്ടക്ഷനുണ്ട്, ദൈവത്തിൻ്റെ അഭിഷക്തനാവൻ. ആ ഒരു ഒറ്റ വാക്കിൻ്റെ ബലത്തിലാണ് ഇന്നും ദൈവമക്കൾ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. കോരസ് ബാബിലോൺ കോട്ടയുടെ മുന്നേ സൈനികരുമായിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നത്. 101 വാതിലുകളും തുറന്നു കിടക്കുക. എങ്ങനെയാണ് തുറന്നത്? ഹെറോഡോട്ടസിൻ്റെ പുസ്തകത്തിൽ ബാബിലോണിൻ്റെ തകർച്ചയുടെ കന്ന് ഒരു വലിയ വിരുന്ന് നടന്നതായി ഒരു പരാമർശം കിടപ്പുണ്ട്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ചക്രവർത്തി തിരുമനസ് ഒരു 1000 മഹത്തുക്കൾക്ക്, 1000 VVIPകൾക്ക് വിരുന്ന് കൊടുത്തെന്നൊരു പരാമർശമില്ലേ? മദ്യപിച്ച് പൂസായ രാജാവിനെയും കൂടെയുള്ളവരെയും നമുക്കറിയാമല്ലോ. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. തുടർന്നുള്ള വായിക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ പണ്ഡിതമതം ഇങ്ങനെയാണ്: രാജാവിൻ്റെ പ്രൗഢിയും പോരും കാണിക്കാൻ 1000 VIPകളെ വിളിച്ചപ്പോൾ, 1000 VIPകൾ വരണമെങ്കിൽ ഒരു VIP ഇവിടെ വന്നാൽ VIPയുടെ കൂട്ടത്തിൽ എത്ര പേര് കാണും? ഒരു VIPയുടെ കൂട്ടത്തിൽ ഒരു ബറ്റാലം പോലീസ് തന്നെ കാണും. അങ്ങനെ നോക്കണമെങ്കിൽ 1000 VIPകളെ വിളിച്ചെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 10000 പേര് വന്നായിരിക്കും. സ്തോത്രം. അപ്പോൾ ഈ 10000 പേര് വരണമെങ്കിൽ 101 വാതിലും അല്ലെങ്കിൽ 100 വാതിലും തുറക്കണം. സ്തോത്രം. ഇത്ര നേരം ചരിത്രമാണ് പറഞ്ഞത്. സത്യമാണോ അല്ലയോ? വചനമായിട്ട് ഒരുമിച്ച് പോകുന്നുണ്ടല്ലേ നോക്കണോ? യെശയ്യാ പ്രവചനം 45-2 മുതൽ വായിച്ചാട്ടെ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ എന്താ? ഞാൻ നിനക്ക് മുമ്പായി ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർക്കും. ചരിത്രം പറഞ്ഞ മനസ്സിലായോ? ആക്യുറേറ്റ് ആണോ? ബാക്കി വായിക്കാം മാമേ. ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. സ്തോത്രം. ഇതിൽ നിന്ന് എന്തോ മനസ്സിലായി? വാക്തത്വം ഉണ്ടോ? അടിമത്വമുണ്ട്. ശരിയാ കുഞ്ഞെ, 70 വർഷം അടിമത്വമുണ്ട്. ശരിയാ. പക്ഷേ 69ാമത്തെ ആ വർഷം അവസാനിക്കുന്നതിൻ്റെ ആ അവസാനത്തെ വിനാഴിക വരെയും ലോകത്തിലേത് ഞാനൂല് വിചാരിച്ചാലും നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വയ്ക്കാൻ പറ്റും. പക്ഷേ കർത്താവിൻ്റെ സമയമായാൽ എത്ര കരുത്തുറ്റ വാതിലുകൾ കൊണ്ട് അടച്ചു വച്ചാലും, താമ്രവാതിൽ കൊണ്ട് ഗണ്ണിച്ചാലും, ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ വിഷയത്തിൽ ചലിച്ചു തുടങ്ങിയാൽ ദുർഘടങ്ങളെ നിരപ്പാക്കി ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചുകൊണ്ട് താമ്രവാതിലുകളെ തകർത്തുകൊണ്ട് അവൻ നിനക്കായി രക്ഷ കാണിച്ചിരിക്കും. അവൻ നിന്റെ വിഷയത്തിന് പരിഹാരം കൽപ്പിച്ചിരിക്കും. നിന്നിലുള്ള വാഗ്ദത്തം അവൻ നിറവേറ്റിയിരിക്കും. അത് 100% ഉറപ്പാ. സ്തോത്രം. ബാക്കി വായിക്കാം മാമേ. താമ്രവാതിലുകളെ തകർത്ത് കളയുകയും ഇരുമ്പോടാമ്പലിനെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഇരുട്ടിലെ നിക്ഷേപം, മറവിടത്തിലെ ഗുപ്തനിധി. അതന്നെ നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും കൺവെൻഷനിലൊക്കെ പ്രാർത്ഥിക്കുക. നമ്മുടെ സീനിയർ പാസ്റ്റർമാരൊക്കെ ഇരുട്ടിലെ നിക്ഷേപവും മറവിടത്തിലെ ഗുപ്തനിധികളെയും തരും. ഈ ബെൽസസറിൻ്റെ അപ്പച്ചനായ നെബുക്കദ്നേസർ യെരുശലേം പിടിച്ചടക്കിയപ്പോൾ, ഇസ്രായേൽ പിടിച്ചടക്കിയപ്പോൾ ദേവാലയത്തിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുപോയി.
ദൈവത്തിൻ്റെ ആലയത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ കൊണ്ടുപോയി ദൈവത്തിന് വിലപ്പെട്ടതാകട്ടോ. സ്തോത്രം. ഓരോ ദൈവമക്കളും ദൈവത്തിന് വിലപ്പെട്ടതാകട്ടോ. സ്തോത്രം. ആമേൻ. ശത്രു കാണാതെ വണ്ണം ദൈവത്തിൻ്റെ ചിറകിൽ മറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. ആമേൻ. എന്തോ ചെയ്തു? സ്തോത്രം. അപ്പച്ചൻ എടുത്തുകൊണ്ട് പോയതാ. പക്ഷെ ഇപ്പോഴത്തെ പേരക്കുട്ടി എന്താ ചെയ്യുമോ? ഹുങ്ക് കാണിക്കാൻ വേണ്ടി, മഹത്തുക്കളുടെ മുന്നിൽ പോര് കാണിക്കാൻ വേണ്ടി പാത്രം അടുപ്പിച്ചു. പാത്രം എവിടെ ഇരിക്കുക? സിറ്റി ഓഫ് ബാബിലോണിൽ ഒരു നിലവറയുണ്ട്. ഭയങ്കരമായ നിലവറ, ഭയങ്കര ഇരുട്ടാ. ഈ നിലവറയ്ക്കകത്ത് കടന്നു എന്നിരിക്കട്ടെ, താക്കോലൊക്കെ സംഘടിപ്പിച്ച് നിലവറയ്ക്കകത്ത് കടന്നു എന്നിരിക്കട്ടെ. കടന്നാൽ ഈ ശ്രദ്ധ മാറ്റുന്ന, കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന വാതിലുകളാണ്. ആ വാതിലിൻ്റെ അകത്തൂടെ കടന്നാൽ നരഭോജികളായ മുതലകളെ വളർത്തുന്നുണ്ട്. മുതലക്കുളത്തിൽ പോയി വീഴും. സ്തോത്രം. ഇനി താക്കോല് കിട്ടിയെന്നിരിക്കട്ടെ. താക്കോല് ആരുടെ കയ്യിലാണെന്നിരിക്കണം? താക്കോൽ ആരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് കേൾക്കണം? രാജാവ് ഷണ്ണന്മാരുടെ കയ്യിലാണ്. വിശ്വസ്തന്മാരാ, കൊന്നാ കൊടുക്കത്തില്ല അച്ഛ. ചുരുക്കി പറഞ്ഞാൽ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ കിടക്കുന്ന ആ ആരംഭം മുതൽ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ കാണുന്ന കാര്യം കേൾക്കണോ? രാജാവ് എന്തോ പറഞ്ഞു? സ്വതവേ പറഞ്ഞു, ആ പാത്രങ്ങൾ നിലവറക്കകത്ത് നിന്ന് എടുത്തുകൊണ്ട് വരാൻ. ചുരുക്കി പറഞ്ഞാൽ, നഷ്ടബോധത്തിലൂടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ വിലപ്പെട്ട ചിലത് അപഹരിക്കപ്പെട്ടെങ്കിൽ, ഇന്ന് ഇരുട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഇരുട്ടിലെ നിക്ഷേപങ്ങളെ, വിലപിടിപ്പുള്ള ഗുപ്തനിധികളെയും മടക്കി തന്നുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. അവസാനം ഒറ്റ വാക്യം വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. യോഹന്നൻ്റെ സുവിശേഷം 15:1. ആമേൻ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നമ്മൾ ആദ്യം എങ്ങോട്ട് പോയി? കനാനിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി. തിരിച്ചെങ്ങോട്ട് കൊണ്ടുപോയി? ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഭയങ്കരമായ കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു. തിരിച്ച് നമ്മൾ എവിടെ വന്നിരിക്കുക? പിന്നെയും കനാനിലേക്ക് നമുക്കൊന്ന് പോകണം. 1-2 മിനിറ്റ് കൊണ്ട് മെസ്സേജ് ക്ലോസ് ചെയ്യാൻ പോവുക. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും, ഐ ആം ദ ട്രൂ വൈൻ, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയണമെങ്കിൽ ഒരു 2000 വർഷം യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ മാത്രമേ അതിൻ്റെ സത്യം മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഈ നമുക്ക് മുന്തിരി എന്ന് പറയുമ്പോൾ, സാക്ഷാൽ മുന്തിരി എന്ന് പറയുമ്പോൾ കുഞ്ഞെ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ യഹൂദനെ മനസ്സിലാവും, ശിഷ്യന്മാർക്കത് മനസ്സിലാവും. എന്തുവാ മുന്തിരി എന്ന് പറയാൻ കാരണം? ഒരു യഹൂദനെ സംബന്ധിച്ച് മുന്തിരി അവൻ്റെ പ്രധാന കാർഷിക ഉൽപ്പന്നമാണ്. ഭയങ്കര ടേസ്റ്റാണ് അവൻ്റെ മുന്തിരിക്ക്. ഇന്ന് ഇസ്രായേൽ പോയാൽ ഒരല്പം മുന്തിരിങ്ങ, അതിൻ്റെ ചാറ് നിങ്ങൾക്ക് കുടിക്കാൻ തരും. പൈസ ഒന്നും മേടിക്കത്തില്ല. പക്ഷെ നിങ്ങൾ മേടിച്ച് കുടിച്ചാൽ 10 ബോട്ടിൽ നിങ്ങൾ മേടിച്ചുകൊണ്ട് നാട്ടിൽ കൊണ്ടുവരും. സ്തോത്രം. ഈ ഒരു യഹൂദ കർഷകൻ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത, മുതൽ മുടക്കിയ അവൻ കൃഷി ചെയ്യുന്നത്, മുന്തിരി കൃഷി ചെയ്യുന്നത്. ഇന്നും ഇസ്രായേലിൽ ചെന്നാൽ കൂട്ടമായി കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളുണ്ട്. അതിനെ കിബുട്സ് എന്ന് പറയും. എന്താണ് കിബുട്സ് എന്ന് പറയും? യേശുവിൻ്റെ കാലഘട്ടത്തിലും ഭയങ്കരമായ കൃഷി ഉണ്ടായിരുന്നു, മുന്തിരി കൃഷി. അപ്പോൾ ഈ കർഷകൻ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് മുന്തിരി കൃഷി കിടക്കുമ്പോൾ കർഷകൻ്റെ മനസ്സിലെ ആഗ്രഹം എന്തുവാ? ഏറ്റവും ബെസ്റ്റായ നല്ല ടേസ്റ്റുള്ള മുന്തിരിങ്ങ കിട്ടണം, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ പഠനം നടക്കണം, എൻ്റെ അപ്പാപ്പൻ്റെ ഓപ്പറേഷൻ നടക്കണം, എൻ്റെ വീട് പണി നടക്കണം, മറ്റും സിനഗോഗിൽ ഇന്ന കാര്യമുണ്ട്, ദേവാലയത്തിൽ ഇത്ര രൂപ കൊടുക്കണം, ചർച്ച പണിക്ക് പൈസ കൊടുക്കണം. അങ്ങനെ 100 കാര്യങ്ങൾ ഇട്ടുകൊണ്ടാണ് ഈ കർഷകൻ മുന്തിരി കൃഷി ചെയ്യുന്നത്. ഈ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഞാൻ പറയട്ടെ, ചിലതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ചിലതൊക്കെ വില കൊടുത്ത് നിൽക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും എളുപ്പമാണ്. കുഞ്ഞെ നമുക്കേ അറിയത്തുള്ളൂ അതിൻ്റെ വില, അതിൻ്റെ കഷ്ടപ്പാട്. വിളവെടുക്കുന്നത് വരെ ടെൻഷനാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു വലിയ മഴ വന്നാൽ മതി, പ്രകൃതിക്ഷോഭം സംഭവിച്ചാൽ മതി, അടിച്ചു പോകും. വിളനാശം സംഭവിച്ചാൽ മതി, ഭാവി അപതാളത്തിലായേ. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര പ്രതീക്ഷയാണ് കർഷകന്. കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിളവെടുക്കാൻ സമയമായത്, കൊയ്ത്തിൻ്റെ സമയമായത്. മുന്തിരി കൃഷി വിളവെടുക്കാൻ പോകുമ്പോൾ മുന്തിരിയായി കഴിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് എന്നാ ഉണ്ടാക്കി വിട്ടത് എന്തുവാ? നല്ല മുന്തിരി കിട്ടണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കി വിട്ടത്.
പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ കയ്പ, കാട്ടുമുന്തിരിങ്ങയായിപ്പോയി. പ്രതീക്ഷ പോയോ? ഭാവി പോയോ? അങ്ങനെ ഇരുന്നപ്പോഴാണ് യേശു കർത്താവ് ധൈര്യസമേതം ചങ്കുറപ്പോടെ വിളിച്ചു പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാ, എന്നിൽ ആശ്രയിക്ക്, നിന്റെ ഭാവി സേഫാ. സ്തോത്രം. ഭാവിയെ ചൊല്ലി വിഷമിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവിൽ ആശ്രയിക്ക്, നിന്റെ ഭാവി സേഫാ. യേശു കർത്താവിൽ വസിക്കാൻ തയ്യാറാകുക. ഈ ഫാസ്റ്റിങ്ങിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ, യേശുവിൽ വസിക്കുവാൻ തയ്യാറായാൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. നിത്യതയിൽ അവനോടൊപ്പം കാലമില്ലാ കാലത്ത് വസിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 10:6 കാലത്തിന് തിരശ്ശീല വിടാൻ പോവുക, നിത്യതയുടെ കവാടം തമ്പുരാൻ തുറക്കാൻ പോവുക. നിത്യതയിൽ കാലമില്ലാ കാലം അയൂണൈ ജുവയിലേക്ക് വസിക്കണമെങ്കിൽ ലോകത്തിൽ യേശു കർത്താവിനോടൊപ്പം വസിക്കുവാൻ തയ്യാറാകണം. കുറവുകളെ തീർത്ത് എല്ലാ ദിവസവും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്ന് യേശു കർത്താവിൻ്റെ സ്വഭാവത്തിലായാൽ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുമെണ്ണം, ബ്ലെയിംലെസ്സായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തൻ, അവതത് നിവർത്തിക്കും. ഞാൻ പറയട്ടെ, ഒരു ഭയങ്കര കല്യാണം നടക്കാൻ പോവുക. ഒരു ഭയങ്കര കല്യാണം നടക്കാൻ പോവുക. ലോകം ഇതുവരെ കണ്ടതിലും ഏറ്റവും വലിയ ഒരു കല്യാണം നടക്കാൻ പോവുക. അതാ കുഞ്ഞാടിൻ്റെ കല്യാണം. കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും അവിടെ കാണണമോ? അവനോടൊപ്പം നിത്യമായി വസിക്കണമോ? ഞാൻ പറയട്ടെ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലാകണം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യട്ടെ. ദൈവമക്കളെ, കർത്താവ് വരാൻ ഏറെ കാലമായി. സ്തോത്രം. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഏർപ്പെടുന്നില്ല. പൗലോസിൻ്റെ ഈ പ്രസ്താവനയെ സാക്ഷ്യമാക്കി മാറ്റിക്കൊണ്ട് ക്രൈസ്തവ രണാങ്കണത്തിൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അടരാടുവാൻ സ്വർഗത്തിലധികം സഹായിക്കട്ടെ. ഈ അവസരം തന്ന എന്നെ ക്ഷണിച്ച മാന്യ ദൈവദാസനായ TM കോശി പാസ്റ്ററോടുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദാസൻ PM പെന്തക്കോസ്റ്റൽ മാർ ഗോസ്പൽ ചർച്ചിൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോൺ മാത്യു പാസ്റ്ററിൻ്റെ കൂടെയാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ഓർത്തും പ്രാർത്ഥിക്കണം, അദ്ദേഹത്തെ ഓർത്തും പ്രാർത്ഥിക്കണം. കർത്താവ് വന്നില്ല എങ്കിൽ നമുക്കിനിയും കാണാം. കർത്താവ് വന്നാൽ ശേഷം നിത്യതയിൽ കാണാം എന്ന പ്രത്യാശയുടെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. മേ ഗോഡ് ബ്ലസ്. ഹല്ലേലൂയ. നല്ലൊരു അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അളവുനൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ഹല്ലേലൂയ. കനാൻ ദേശത്ത് പാലും തേനും ഒഴുകുന്ന അനുഭവങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തു. ദൈവം അവരെ ഹല്ലേലൂയ ആ വാഗ്ദത്തം നിറവേറ്റുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം കേട്ടത്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഒരു അവകാശം തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ ദൈവകരങ്ങളിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ബാബേലിൻ്റെ അനുഭവത്തെ, കോരേശിനെ കുറിച്ച് നമുക്ക് കേൾപ്പാൻ ദൈവം ഇടയാക്കി. കോരേശിനെ ഹല്ലേലൂയ ദൈവം ഉപയോഗിക്കുമെന്ന് ഒരു കഴിവും അല്ലെങ്കിൽ ഒരു ശക്തിയുമില്ലാത്ത കോരേശിനെ ദൈവത്തിന് ഹല്ലേലൂയ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. അവനിലൂടെ ഹല്ലേലൂയ സ്തോത്രം യെരൂശലേം പണിയുമെന്ന് ദൈവം പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ അവൻ്റെ അധ്വാനത്താലല്ല, ദൈവം തന്നെ അതിലേക്ക് അവനെ കൊണ്ടുവന്ന് ആ പണി നടത്തുവാൻ ദൈവം ഇടയാക്കി. നല്ല മുന്തിരിവള്ളിയാകുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ ഹല്ലേലൂയ സ്തോത്രം തന്നോട് പറ്റിയിരുന്ന അനുഭവത്തിൽ ആ കർത്താവിനോട് ചേർന്ന് നല്ല മുന്തിരിവള്ളിയുടെ അനുഭവം പ്രാപിച്ച് കർത്താവിൽ വസിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുവാനിടയായി. കേട്ട എല്ലാ വചനത്തിനായി നമുക്ക് ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഹാലി കർത്താവിൻ്റെ ദാസനെ ദൈവം പിന്നെയും ശക്തമായി ഉപയോഗിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തനിയാക്കിയ ഹല്ലേലൂയ മേഖലകളിൽ ശക്തമായിട്ട് ദൈവം പിന്നെയും ഉപയോഗിപ്പാൻ അനേകർക്ക് വിടുതലും അനുഗ്രഹമാക്കി തീർക്കുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ പ്രിയ തോമസ് കോശ് സാറ് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥന ആദ്യത്തെ സെഷൻ കർത്താവെ, ഞങ്ങൾക്ക് നല്ല ദൂത് കിട്ടിയനായ സ്തോത്രം കർത്താവെ. ദൈവത്തിൻ്റെ നാമൻ സാക്ഷാൽ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയാൽ ആ ദൈവത്തോട് പറ്റിയിരുന്നാൽ നമുക്കുള്ള എല്ലാ പ്രയാസം എല്ലാം അവനെ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവമേ, ആ കനാൻ ദേശത്തിന് എല്ലാ അനുഭവങ്ങളും എല്ലാം നമുക്ക് കിട്ടാൻ തക്കണം കൃപ ചെയ്ത് ദൈവവചനത്തോട് സംസാരിച്ച പാസ്റ്ററിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം.
അവൻ ഈ ഒരു ഉപയോഗിക്കണമേ കർത്താവെ. അവൻ്റെ അനേക മേഖലകളിൽ അവൻ ഉപയോഗിക്കാൻ തക്കണം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരിക്കണമേ. ഞങ്ങളുടെ തുടർച്ചയായ എല്ലാ ദിവസങ്ങളും നാളത്തെ ഉപവാസ പ്രാർത്ഥന എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ദൈവമേ, ലീഡ് ചെയ്ത് ദേവദാസിനെ അനുഗ്രഹിക്കണമേ കർത്താവ്, കുടുംബമായി അനുഗ്രഹിക്കണമേ. പാസ്റ്റർ വചന ശുശ്രൂഷ സനു പാസ്റ്ററിനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വന്ന ഏവർക്കും അനുഗ്രഹമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകൾ കേട്ടനായ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച നസറനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശുസ്യ വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും എന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത കർത്താവിൻ ദാസൻ സണ്ണിയോടുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നാളെ കർത്താവിൻ ദാസൻ ബിനോയ് ബേബി കല്ലറ നമ്മുടെ മധ്യയിൽ ശുശ്രൂഷയ്ക്ക് കടന്നു വരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. എല്ലാവരും ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വരിക, ഉപവാസത്തിലായിരിക്കുക, മറ്റുള്ളവരെ കൂട്ടിവരുത്തുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ.